ഇങ്ങനെ ഒന്ന് കണ്ടത് അല്ലെ? നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. നമുക്ക് PSC ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ സിലബസും ഒക്കെ എല്ലാം കുറേ തവണ വായിച്ചിട്ടും സെറ്റാക്കി വെച്ചിട്ട് ഇപ്പൊ PSC എക്സാമിന് തയ്യാറായി നിൽക്കൈക്കാരം. അപ്പം അതിലിതാ പറയുന്നു, നമ്മള് PSC സിലബസിലുള്ളതല്ലാത്ത ഒരുപാട് ഭാഗങ്ങൾ ഉണ്ടാകും. അതുപോലെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള, നമ്മുടെ സ്കൂളിലും അതുപോലെ കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ള പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. നമ്മളെ ജംഷാദ് സർ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ക്ലാസിന്റെ അവസാനത്തിൽ എക്സ്ട്രാസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് വാക്കുകൾ പറയല്ലോ. അങ്ങനെ PSC സിലബസിൽ തന്നെയുള്ള എക്സ്ട്രാസ് ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. നമ്മൾ കുറെ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. IPAF ഇത് ഒരു അവാർഡാണ്. ഈ അവാർഡിന്റെ അറബി പേരെന്താന്ന ചോദ്യം. ജായിസത്തുൻ മുഹിമ്മ. അവസാനം നടന്ന PSC ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. യെസ്, ഒരുപാട് ആളുകൾ ആൻസർ കറക്റ്റ് ചെയ്യുന്നുണ്ട്, മാഷാ അല്ലാഹ്. ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. അൽ ജായിസത്തുൽ ആലമിയ ലി റിവായത്തിൽ അറബിയ. അറബിക് ഫിക്ഷൻസിനുള്ള അന്താരാഷ്ട്ര അവാർഡാണ് IPAF. ഇതിപ്പോ നമ്മുടെ പരീക്ഷയ്ക്ക് വന്നു. അപ്പൊ ഇത് ഇനി അടുത്ത പരീക്ഷ ചിലപ്പോൾ ഇതാവൂല വരിക, മറ്റേതെങ്കിലും അവാർഡുകളായിരിക്കും പരീക്ഷയ്ക്ക് ചിലപ്പോൾ വരാൻ ചാൻസ് ഉള്ളത്. ഇത് രണ്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഒന്നെങ്കിൽ നമ്മുടെ നമുക്ക് പറയാം ട്രാൻസ്ലേഷന്റെ ഭാഗങ്ങൾ ഇതേമാതിരി വരാറുണ്ട്. ട്രാൻസ്ലേഷന്റെ ഭാഗങ്ങൾ ചുരുക്കെഴുത്ത് തന്നിട്ട് അബ്രിവേഷൻസ് തന്നിട്ടും അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഘടനകളോ അല്ലെങ്കിൽ അവാർഡുകളോ ഒക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് നമ്മൾ നന്നായിട്ട് നോക്കേണ്ട ഒരു ഭാഗമാണ്. അടുത്തത് ഇതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. ആലമി അറബിയ. അതാ പരക്കെ ആൻസർ ആണ്, മാഷാ അല്ലാഹ്. ഓക്കെ, ഓപ്ഷൻ ബി ഡിസംബർ 18. ഇവിടെ നമുക്ക് സമയം പോകാൻ സമയമില്ല, അടുത്തേക്ക് പോയി വെക്കാം. ഇതൊരു സെറ്റ് PYQ ആണ്. നോക്കാം. തമ്മ തൊർബു മിസ്ർ മിൻ ജാമിഅത്തി ദുവലിൽ അറബിയ ബഅദ. അപ്പം ജാമിഅ ദുവലുൽ അറബിയ എന്ന് പറയുന്ന ഒരു അറബിക് സംഘടന ഉണ്ട്, ഓർഗനൈസേഷൻ. അതിൽ നിന്നും മിസ്റിനെ, ഈജിപ്തിനെ നാട്ടിവിട്ടത് എന്നാണ്. എന്ന് മുതലാണ്, എന്തുകൊണ്ടാണ്, എപ്പം മുതൽ? അപ്പം നമുക്ക് ആൻസറിലേക്ക് ഒന്ന് പോയേക്കാം. അതെ, എല്ലാവരും ആൻസർ തന്നതുപോലെ ക്യാമ്പ് ഡേവിഡ് അവരുടെ ഒരു കരാറുണ്ടായിരുന്നു അല്ലെ? നമുക്കറിയാം ഈ അറബ്യൻ നാടുകളും അതുപോലെ ഇസ്രായേലും തമ്മിലുള്ള ബന്ധം. ആ ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറുടെ അടുത്ത് പോയി ഈ ഒരു ചില സന്ധികൾ, ഈ ക്യാമ്പ് ഡേവിഡ് ഒപ്പുവെക്കുകയും ചെയ്ത് ആ ഒരു പരിപാടിയിലൂടെ, ആ ഒരു സംഭവത്തിലൂടെ, സൂയിസ് കനാലിലൂടെ ആൾക്കാർക്ക് പോകാനൊക്കെ ഉള്ള സൗകര്യം ചെയ്തു കൊടുത്തതിന് അറബികൾ പ്രതിഷേധിച്ചു. ആ അറബികളുടെ പ്രതിഷേധമാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് ഡേവിഡ് ആവുകയും ജാമിഅ ദുവൽ അറബിയയിൽ നിന്നും മിസ്റിനെ കുറച്ചു കാലത്തേക്ക് മാറ്റി വെക്കുകയും ചെയ്തത്. അന്നത്തെ ഭരണാധികാരി, പ്രധാനപ്പെട്ട ചോദ്യമാണ്, അൻവർ സാദത്താണ്. പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും, നമ്മുടെ PSC ക്വസ്റ്റ്യൻ പേപ്പറുകളിലടക്കം അയാളുടെ പേര് വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം ആദ്യമായി അറബിക്കിൽ നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. നമുക്കറിയാം നജീബ് മഹ്ഫൂദ്, അറബിക്കിൽ നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ള നജീബ് മഹ്ഫൂദിനും ഇതിനോട് വല്ലാതെ ഇതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അതുകൊണ്ടാണ് നജീബ് മഹ്ഫൂദിന് വരെ സമ്മാനം കിട്ടിയത് എന്ന് പറയുന്ന ആളുകളും അത്തരത്തിൽ പറയുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയേക്കാം. അൽ ഇമാറത്തുൽ അറബിയ അൽ മുത്തഹിദ ഹിയ ഇത്തിഹാദുൽ ലി ഡാഷ് ഇമാറത്ത്. എത്ര ഇമാറകളാണ്? യെസ്, 3 ഇമാറകളാണ് അല്ലെ? അല്ല,
ഓപ്ഷൻ സി 7 ഇമാറകളുള്ള ഒരു ഇമാറ അൽ അറബിയ അൽ മുത്തഹിദ. 7 ചെറു രാജ്യങ്ങൾ അത് സംഗമിക്കുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ അൽ ഇമാറ അൽ അറബിയ അൽ മുത്തഹിദ എന്ന് പറയുന്ന UAE. അവിടെ അതിലുള്ള ആ 7 ഏതൊക്കെയാണ്? താഴെ എഴുതിയിട്ടുണ്ട്. അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, അബുൽ ഖൈവാൻ, റസുൽ ഖൈമ, അതുപോലെ ഫുജൈറ. ഇങ്ങനെ 7 സ്റ്റേറ്റുകൾ, 7 എമിറേറ്റ്സ് ചേർന്ന UAE. മറക്കരുത്. പലപ്പോഴും ഇത് ചിലപ്പം ഇതിലുള്ള ഏതെങ്കിലും മാറി ചോദിക്കാം, ഇതിലില്ലാത്തത് ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തായാലും നിർബന്ധമായും പഠിക്കണം എന്നതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അടുത്തൊരു ചോദ്യത്തിലേക്ക് കേൾക്കാം. ഓക്കെ, ഇങ്ങനെയും ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അൽ ജസീറ നമുക്കറിയാം. അൽ ജസീറ ഏത് രാജ്യത്തിന്റെ കനാത്താണെന്നാ ചോദിച്ചത്? ചാനലാണെന്നാണ് ചോദിച്ചത്. യെസ്, ഓപ്ഷൻ എ ആണ്. അൽ ജസീറ ഖത്തറിലാണ് അതിന്റെ ആസ്ഥാനമുള്ളത്. അവിടുന്നാണ് അൽ ജസീറ. അത്രയും അടിപൊളിയായിട്ട് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ പല വാർത്തകളും, പ്രത്യേകിച്ച് ഈ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ പലപ്പോഴും ആദ്യം നോക്കല്ല അൽ ജസീറയിലായിരിക്കും. നമ്മുടെ ഏത് വാർത്തകൾ വരും, അന്താരാഷ്ട്ര വാർത്തകളൊക്കെ തന്നെ ആദ്യമായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുള്ള ന്യൂസ് ചാനൽ അൽ ജസീറ ആയിരിക്കും. അടുത്ത ഇതിലേക്ക് നമുക്ക് കേൾക്കാം. മിസ്രിലെ ചില ഭരണാധികാരികളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അവരുടെ ഓർഡർ, മിസ്രിലെ ഭരണാധികാരികൾ നമുക്കറിയാം. മിസ്രിന്റെ രാജാക്കന്മാർ, അവിടുത്തെ പ്രസിഡന്റുമാർ, ആ പ്രസിഡന്റുമാരെ ഓർഡർ വരെ ഈ കഴിഞ്ഞ സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം ഈ സെറ്റ്, നെറ്റ്, നെറ്റ് ഉണ്ടാവില്ല, സെറ്റും ടെറ്റും ഒക്കെ PSCയുടെ ഒറ്റ കുടുംബത്തിൽ പെട്ടാണ്. അപ്പം ആ ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് തൊട്ടടുത്ത് കഴിഞ്ഞ സെറ്റും ടെറ്റും ഒക്കെ നന്നായിട്ട് നമ്മൾ നോക്കണം ക്വസ്റ്റ്യൻ പേപ്പറുകൾ. കാരണം അവിടെ അതുമായി ബന്ധപ്പെട്ട പല ക്വസ്റ്റ്യൻസും വരാൻ നല്ല സാധ്യത ഉണ്ട്. അപ്പൊ ഈ രൂപത്തിൽ ഇതൊരു പുതിയ മോഡൽ ക്വസ്റ്റ്യനും കൂടിയാണ്. യെസ്, പല ഓപ്ഷൻസും വരുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അതായത് ആദ്യം സി മുഹമ്മദ് നജീബ്, രണ്ടാമത്തത് ബി ജമാൽ അബ്ദുൽ നാസർ, മൂന്നാമത്തെ ആള് വരുന്നത് ഡി ആണ് അൻവർ സാദത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്യാമ്പ് ഡേവിഡിലൊക്കെ ഒപ്പിട് ചെയ്ത അൻവർ സാദത്ത്. നാലാമത്തത് ഹസനി മുബാറക്. ആ ആളുകളെ നമുക്കൊന്നും കൂടി വലുതായിട്ട് കാണാം. ഇവരാണ് ഈ 7. ഇതിലിപ്പം ഒരാൾ കൂടി അധികമായിട്ട് വന്നിട്ട് ഇപ്പോഴത്തെ ആള് വരുന്നുണ്ട്, അബ്ദുൽ ഫത്താഹ് അൽ അസീസി. നമ്മൾ അതേപ്പറ്റി വിശദമായിട്ട് അടുത്ത സ്ലൈഡുകളിൽ നമ്മൾ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അടുത്തൊരു ചോദ്യം. ലൈസ മിൻ ബിലാദിൽ മഗ്റബിൽ അറബി, മഗ്റബുൽ അറബി എന്ന് പറയുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്. ദുവലുൽ മഗ്റബ്. ആൻസറുകൾ വരട്ടെ. ദുവലുൽ മഗ്റബ് ആഫ്രിക്കന്റെ തലഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഭാഗത്ത് കുറച്ച് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളെയാണ് ബിലാദുൽ മഗ്റബ് എന്ന് പറയുന്നത്. ആ ബിലാദുൽ മഗ്റബിൽപ്പെട്ട രാജ്യങ്ങളുണ്ട്. അതിൽ പെടാത്ത രാജ്യമാണ് ഇവിടെ ചോദിച്ചത്. പലവിധ ഉത്തരങ്ങൾ വരുന്നുണ്ട്. ശരി ഉത്തരം ബി ആണ് അല്ലെ? ബി, സുഡാൻ. ബാക്കി തൂനിസ് ആവട്ടെ, ജസായർ ആവട്ടെ, മൊറിറ്റാനിയ ആവട്ടെ, ഒക്കെ ഈ രാജ്യങ്ങളിൽ പെട്ടതാണ്. അപ്പൊ അത് ഏതൊക്കെ രാജ്യങ്ങളാണ് എന്ന് നോക്കാം. ആഫ്രിക്കയുടെ ഞാൻ പറഞ്ഞതുപോലെ തലഭാഗത്ത് വരുന്ന രാജ്യങ്ങളാണ്. അതിൽ ഈ തലക്കല് കാണുന്നതാണ് നമ്മുടെ മൊറിറ്റാനിയ. അതിന്റെ തൊട്ട് മേലെ മഗ്റബ് വരുന്നുണ്ട്, മൊറോക്കോ. അതുപോലെ അൽജസായർ, അൾജീരിയ വരുന്നുണ്ട്, തൂനിസ് വരുന്നുണ്ട്, അതുപോലെ ലിബിയ. ഇങ്ങനെ 5 രാജ്യങ്ങൾ ചേർന്നതാണ് ഇത്തിഹാദ് മഗ്റബുൽ അറബി എന്ന് പറയുന്ന ഈ രാഷ്ട്രങ്ങൾ.
നെക്സ്റ്റ് ചോദ്യം. تم إصدار جريدة الوقائع المصرية أولا باللغة. والوقائع المصرية എല്ലാവർക്കും അറിയുന്നതാണ്. ആ പത്രം ഇറങ്ങിയ സമയത്ത് 2 ഭാഷകളിലായിരുന്നു വന്നത്. അത് ഏതൊക്കെ ഭാഷയാണ് എന്നാണ്. അയ്യവ ഒരുപാട് വരുന്നുണ്ട്. മാഷാഅല്ലാഹ് കറക്റ്റ് ആണ്. അൽ വഖാഇഉൽ മസ്രിയ വന്നത് അറബിയിലും തുർക്കിയിലും. മാഷാഅല്ലാഹ് അതിനെപ്പറ്റി കുറച്ച് വിശദമായി ചെറിയൊരു കുറിപ്പ് നമുക്ക് താഴത്തെ സ്ലൈഡുകളിൽ വരും ഇൻഷാഅല്ലാഹ്. അടുത്തൊരു ചോദ്യം, നെറ്റിന് വന്ന ചോദ്യം. ഡാഷ് ലൈസത്ത് മിൻ ബിലാദി ഷാം. നമ്മളൊക്കെ മഗറബിന്റെ രാജ്യങ്ങൾ പറഞ്ഞു, അതുപോലെ ഷാമിന് കുറച്ച് രാജ്യങ്ങളുണ്ട്. ഷാമിന്റെ രാജ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? എയും ബിയും മാറി മാറി വരുന്നുണ്ട്, എങ്കിലും ബിക്കാണ് ഭൂരിപക്ഷം. ബി തന്നെയാണ് ശരി ഉത്തരം. യെസ്, 4 രാജ്യങ്ങളാണ് ഈ ബിലാദ് ഷാമിലുള്ളത്. 1 സിറിയ, 2 ഉർദുൻ ജോർദാൻ, 3 ലബ്നാൻ, 4 പലസ്തീൻ. ഈ 4 രാജ്യങ്ങളെയാണ് ബിലാദ് ഷാം എന്ന് പറയുന്നത്. ആ ഷാമിൽ പെടാത്ത രാജ്യമാണ് ഇവിടെ ഇറാഖ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മദിയത്ത് സൻആ ആസിമത്തുൻ. സൻആ പട്ടണം അല്ലെ, അത് ഒരു രാജ്യത്തിന്റെ തലസ്ഥാനം. ഏത് രാജ്യത്തിന്റെ തലസ്ഥാനം? എല്ലാവരും കറക്റ്റ് ഉത്തരമാണ് പറയണത്. മാഷാഅല്ലാഹ് ബി ആണ്. യമനിന്റെ തലസ്ഥാനമാണ് സൻആ. അടുത്തൊരു ചോദ്യം നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. പല PSC ക്വസ്റ്റ്യൻസിലും മാറി മാറി ചോദിക്കുന്ന നല്ല എളുപ്പമുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഏതൊരു PSC പരീക്ഷ എന്നല്ല, ഏത് പരീക്ഷയാണെങ്കിലും അതിലുണ്ടാവും കുറച്ച് എളുപ്പമുള്ള ചോദ്യങ്ങൾ, കുറച്ച് ടൈറ്റുള്ള ചോദ്യങ്ങൾ, കുറച്ച് നല്ല റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ. അപ്പം അതിലുള്ള ഏറ്റവും എളുപ്പമുള്ള ചോദ്യം മിക്കവാറും എല്ലാ പരീക്ഷയിലും ഈ ഇതിന്റെ സൈഡിൽ തന്നെ 2-3 പ്രാവശ്യം അത് ആവർത്തിച്ച് പല മൂലക്കൊന്നും ചോദിക്കുന്നുണ്ട്. നോക്കുക, അല്യോമിലെ ആലിമൽ അറബിയ നമുക്കറിയാം 18-ന്, ഡിസംബർ 18-ന്. അടുത്ത് നോക്കുക, അൽ ഉംല റസ്മിയ ഫി സൗദിയ. സൗദിയയിലെ ഉംല ഏതാണ്? കറൻസി ഏതാണ്? യെസ്, എല്ലാവരും പറഞ്ഞതുപോലെ റിയാല. ഇനി നമ്മൾ ഒരു ചോദ്യം കൂടി ചോദിക്കാം. എന്താ, ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം. അൽ ഫുസ്താത്ത് ഇസ്മുൻ ഖദീമുൻ. ഫുസ്താത്ത് എന്നുള്ളത് ഏത് പട്ടണത്തിന്റെ പഴയ പേരാണ്? PSC ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ചോദ്യത്തിൽ മാത്രമല്ല, പലപ്പോഴും പല ചോദ്യങ്ങളിലായിട്ട് പഴയ പേരുകൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ഭാഗവും നോക്കണം. അൽ ഫുസ്താത്ത് ഇസ്മുൻ ഖദീമുൻ ലി ഖാഹിറയാണ്. യെസ്, മിസ്റിന്റെ ഖാഹിറ, മിസ്റിന്റെ തലസ്ഥാനമായ ഖാഹിറയുടെ പഴയ പേരാണ് ഫുസ്താത്ത്. അടുത്ത ചോദ്യം, ആസിമത്ത് ലിബിയ. ലിബിയയുടെ തലസ്ഥാനം ഏതാണ്? ശരിയാണല്ലോ, നോക്കാം. ഏതാ ശരിക്കും ലിബിയയുടെ തലസ്ഥാനം? യെസ്, തറാബുലസ് ആണ്. ഡി ആണ്. ഖുർത്തൂം ഇല്ലാന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തതിൽ പറയാം. അടുത്ത നമ്മുടെ രാജ്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അതിൽ ഖുർത്തൂം ഏതാണെന്നുള്ളത് നമുക്ക് പറയാം. ഇനി നമ്മളെ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗം ഏതൊക്കെയാണ്? ഈ ഒരു അറബിക് GK പറയുമ്പോൾ ഒരുപാട് മേഖല, അത് നേരത്തെ നമ്മൾ സിലബസിൽ കണ്ടതുപോലെ ഏത് ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരാം. ഏത് ഭാഗം എന്ന് പറഞ്ഞാല് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള 28 അക്ഷരങ്ങളാണ് അറബിയിലുള്ളത്. അതിൽ 14 കമരിയയാണ്, 14 ഷംസിയയാണ്, തുടങ്ങി അറബിക് ഭാഷ ഡേ എന്നാണ്. ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന, ചെറിയ കുട്ടികൾക്ക് പോലും അറിയുന്ന ചോദ്യങ്ങൾ മുതൽ തീരെ ആളുകൾക്ക് അറിയാൻ ചാൻസ് ഇല്ലാത്ത പുതിയ സംഘടനകളും പുതിയ അവാർഡുകളും വരെ നമുക്ക് ചോദ്യങ്ങൾ വരാം. അതിൽ പൊതുവെ കാഡറ്റ് പരീക്ഷക്കാവട്ടെ PSC പരീക്ഷക്കാവട്ടെ ഒക്കെ ആവർത്തിച്ച് കാണുന്ന ഭാഗങ്ങൾ എന്നുള്ളത് അറബിക് രാഷ്ട്രങ്ങളെ കുറിച്ചാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ബേസിക്കായി മനസ്സിലാക്കേണ്ട ഒരു 10-23 രാജ്യങ്ങളുണ്ട്.
ആ രാജ്യങ്ങളെ നമ്മൾ എന്തായാലും അത് കൃത്യമായി പഠിച്ച് അതിന്റെ തലസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്, അവിടെയുള്ള മില്ലാത്തുകൾ ഏതൊക്കെയാണ്, അവിടെയുള്ള രാജാക്കന്മാർ ഇന്ന് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ആരൊക്കെയാണ്, അവിടെയുള്ള ഭരണ വ്യവസ്ഥ എന്തൊക്കെയാണ്, അവിടെ ഭരിക്കുന്നത് രാജാവാണെങ്കിൽ ആ രാജാവിന്റെ ഫാമിലി അത് ഏത് ഫാമിലിയിൽപ്പെട്ട ആളാണ്, അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന അവരുടെ യോമുൽ വത്തനി നാഷണൽ ഡേ എന്നാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ഏതെങ്കിലും ഒരു രാജ്യത്തിന് മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. എല്ലാ കഴിഞ്ഞ പരീക്ഷ പേപ്പറുകൾ, ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണത്. അപ്പം നമുക്ക് ഉംലകൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കാം. നമ്മളിനിപ്പോ ഏതായാലും രാജ്യത്തൊക്കെ ഒന്ന് ടൂർ പോവാണ്. അപ്പൊ ടൂർ പോകുമ്പോൾ നമ്മൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? വാങ്ങാന് അവിടത്തെ കറൻസി നമ്മളെ കയ്യിൽ വേണ്ടേ? അപ്പൊ ആ കറൻസികളൊക്കെ മാക്സിമം എല്ലാവരും കയ്യിൽ പിടിച്ചു പോയിട്ടോ. ദിനാറുണ്ട്, ദിർഹമുണ്ട്, റിയാലുണ്ട്, ഫ്രങ്ക് ഉണ്ട്, ജുനൈഹ് ഉണ്ട്, ലിയർ ഉണ്ട്, ഷെർലിൻ ഉണ്ട്, റൂപ്പിയുണ്ട്. അതില് ദിനാറ് കുറച്ചധികം പിടിക്കണം നിങ്ങള്, റിയാലും കുറച്ചധികം പിടിക്കണം കേട്ടോ. ബാക്കി ദിർഹം, ഫ്രങ്ക്, ജുനൈഹ്, ലീറ ഇതൊക്കെ ഒരു 2 രാജ്യങ്ങൾക്കേ ഉള്ളൂ. അതുകൊണ്ട് അത് ആ നിലക്ക് പിടിച്ചാൽ മതി. ഷെർലിൻ സൊമാലിയക്കാണ്, അപ്പൊ ആ നിലക്ക് അതും പിടിച്ചാൽ മതി. ബാക്കിയുള്ള രാജ്യങ്ങളിൽ ദിനാറ്, റിയാൽ നന്നായിട്ട് കുറെ എടുത്തിട്ടോ, കുറെ കൈ പിടിച്ചോ. നമ്മൾ ഇനി പോകാൻ പോവാണ്, നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്യല്ലേ? റെഡി അല്ലേ? ഫുള്ള് നമ്മള് ഇനിയിപ്പോ കൂൾ ഓഫ് ടൈം ആണ്, നമ്മൾ എക്സ്ട്രാസ് എന്നുള്ള സാർ പറയും. അപ്പം പരീക്ഷന്റെ ഒക്കെ മുമ്പ് ഒന്ന് കൂളായിട്ട് നമുക്ക് അറബ് രാജ്യങ്ങളിലൊക്കെ ഒന്ന് കറങ്ങി നല്ല രാത്രി തന്നെ വരും തോന്നുന്നു. നമ്മൾ ഇസ്ലാം മിറാജ് പോയി വരും ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ രാജ്യം ദിനാറിന്റെ രാജ്യങ്ങളാട്ടോ. ദിനാറുള്ള ഒരു 8 രാജ്യങ്ങളുണ്ട്. നമ്മളിപ്പോ അറബി ഉംലകളിൽ ദിനാറുള്ള 8 രാജ്യങ്ങളിൽ ഒന്നാമത്തെ രാജ്യമാണ് അൾജീരിയ. അൽ ജസായിർ എന്ന് പറയും അല്ലേ? അൽ ജസായിർ. അൽ ജസായിർ എന്നതിന്റെ ആസിമ അൽ ജസായിർ തന്നെയാണ്. അപ്പൊ പഠിക്കാൻ നല്ല സുഖമാണ്. അൽ ജസായിർ തലസ്ഥാനം അൽ ജസായിർ തന്നെയാണ്. പിന്നെ അവിടുത്തെ ഉംല ദീനാറാണെന്ന് പറഞ്ഞു. ദീനാറിന്റെ കൂടെ അൽ ജസായിരി എന്ന് കൂടെ കൂട്ടിയാൽ അവിടുത്തെ ദിനാറായി, അവിടുത്തെ ഉംലയായി. പിന്നെ ഇതിന്റെ ഒക്കെ കൂടെ നമ്മളിപ്പോ കാണുന്ന എല്ലാത്തിന്റെയും കൂടെ ഒരു കോഡ് ഉണ്ടാവും. ആ കോഡിന് ISO കോഡ് എന്നാണ് പറയാം. നമുക്കറിയാം, ഏതൊരു രാഷ്ട്രമാണെങ്കിലും ആ രാഷ്ട്രത്തിനൊക്കെ നമ്മുടെ ഇന്ത്യൻ റുപ്പീസിനാണെങ്കിൽ INR എന്ന് പറയും. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡിസം എന്ന് പറയുന്ന സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്ന ഒരു രീതിയാണ്. ഇങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും ഇത് കൊടുത്തത് പട്ടികയായിട്ട് നമുക്ക് ഉള്ളപ്പോൾ നോക്കിയാൽ കിട്ടും. അപ്പം ഇവിടെ അൽ ജസായറിന് DZD എന്ന രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അടുത്തതിലൊക്കെ വരുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. പിന്നെ അതേപോലെ നമ്മുടെ ഹുക്കൂമിയകൾ, നമ്മുടെ ഭരണങ്ങൾ, അതാണ് നമ്മൾ പറയാം. അപ്പോൾ ആ ഭരണത്തിലും ഒരു 10ഓളം ടൈപ്പ് ഭരണമാണ് ലോകത്താകപ്പാടെ നിലവിലുള്ളത്. ഈ 10ഓളം ടൈപ്പ് ഭരണങ്ങളിൽ രാജ്യഭരണമുള്ള സ്ഥലങ്ങളുണ്ട്, ഡെമോക്രാറ്റിക് ഭരണമുള്ള സ്ഥലങ്ങളുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി, അതും രാജ്യഭരണത്തിന്റെ തന്നെ മറ്റൊരു രീതിയാണ്. അപ്പൊ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, രാജ്യഭരണം ഉണ്ടാവും, ആ രൂപത്തിലുള്ളതുണ്ട്. അതുപോലെ തന്നെ മുത്തലഖ, വെറും രാജ്യഭരണമുള്ള സ്ഥലങ്ങളുണ്ട്, പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക്കലായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, റിപ്പബ്ലിക് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, പ്രസിഡൻസി ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ചില രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിൽ ഇതിങ്ങനെ മാറി മാറി രാജാക്കന്മാർ മാറി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു കൃത്യമായ വ്യവസ്ഥ അവിടെ ആയിട്ടില്ല എന്നുള്ളതും നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഈ ചില രാജ്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അങ്ങനെ കാണുമ്പോൾ കാണാൻ കഴിയും. ജസായറിനും പോവാണ്. നമുക്ക് ജസായറിലെ അവിടുത്തെ ഹാക്കിമാരാ നമുക്ക് എന്ത് സലാം പറയാൻ നമ്മള്? അബ്ദുൽ മജീദ് തബൂൻ ആണ് അവിടുത്തെ ഭരണാധികാരി. അബ്ദുൽ മജീദ് തബൂൻ, അബ്ദുൽ മജീദ് തബൂൻ മറക്കണ്ട കേട്ടോ, ചിലപ്പം ചോദിക്കും. നവംബർ 1 നമ്മുടെ കേരളപ്പിറവി ദിനം അല്ലെ, അന്നാണ് ഇവരെ അൽ യോമുൽ വത്തനി 1954 തുടങ്ങിയ അവരുടെ സ്വാതന്ത്ര്യ സമരം 1962 അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഓക്കെ, നിങ്ങളിവിടെ നിൽക്കണ്ടല്ലോ, ഇതിലൊക്കെ വാങ്ങിയത് നിങ്ങൾ ദീനാർ എടുത്തിട്ട്. ഇനി അടുത്ത ദീനാറുള്ള രാജ്യം ബഹ്റൈൻ.
നോക്കുക, ബഹ്റൈന്റെ തലസ്ഥാനം അൽ മനാമ. ഈ മനാമ അവിടെ ദിനാറാണ്. ദിനാറിന്റെ ആ കോഡ് PHD ആണ്. അതിലേക്ക് അറിയില്ല കേട്ടോ, നമുക്ക് മിക്കവാറും വരാൻ ചാൻസ് ഒന്നുമില്ല. അവിടെ മലിക്കിയ ദസ്തൂരിയ, നേരത്തെ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണലി മാർക്കി എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനമാണ് അവിടെ ഉള്ളത്. അവിടുത്തെ ഇപ്പത്തെ ഭരണാധികാരി അൽ മലിക് ഹംദ് ബിൻ ഐസ ആൽ ഖലീഫ. അത് നോട്ട് ചെയ്യണം കേട്ടോ, ആല് ഖലീഫ. അപ്പം ഹംദ് ബിൻ ഐസ ആൽ ഖലീഫയാണ് ഇപ്പത്തെ ബഹ്റൈനിന്റെ ഭരണാധികാരി. ഡിസംബർ 18 നമ്മുടെ അറബിക് ഡേ ആണ്. ഇവിടെ തൊട്ട് 2 ദിവസം മുമ്പ് ഡിസംബർ 16 1971 ഇവരുടെ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസം. അവരുടെ യൗമുൽ വത്നി ഡിസംബർ 16. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് അടുത്ത് പോവാം. ദിനാർ ഇറാഖിന്റെ അടുത്ത രാജ്യം ഇറാഖാണ്. ഇറാഖ് നമുക്കറിയാം, ബാഗ്ദാദാണ് തലസ്ഥാനം. ബാഗ്ദാദിന്റെ അവിടുത്തെ ഭരണാധികാരി അബ്ദുൽ ലത്തീഫ് റഷീദാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഭരണാധികാരി. ജുംഹൂരിയ ബർലമാനിയ ഇത്തിഹാദ് നമുക്കറിയാം. നമുക്ക് ഇവിടുത്തെ പോലെ ഒരു പാർലമെന്ററി സിസ്റ്റമാണ് അവിടെ ഉള്ളത്. അവിടുത്തെ യൗമുൽ വത്നി എന്നുള്ളത് യൂലിയു 14 ജൂലൈ 14 1958 അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഓക്കെ, സെറ്റല്ലേ? പോവല്ലേ നമുക്ക് അടുത്ത രാജ്യത്തേക്ക്? കുറഞ്ഞ മാരിയും കിട്ടും. യെസ്, അതാ ടുണീഷ്യയിലെത്തി നമ്മള്. ടുണീഷ്യയുടെ തലസ്ഥാനം ടുണീഷ്യ തന്നെ. അവിടുത്തെ ഭരണ വ്യവസ്ഥ എന്നുള്ളത് ജംഹൂരിയത്തു റിയാസിയ. ഓക്കെ, റിപ്പബ്ലിക് ആണ് അല്ലെ, പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു ഭരണവ്യവസ്ഥയാണ് അവിടെ ഉള്ളത്. അവിടുത്തെ ഇപ്പത്തെ ഭരണാധികാരി ഖൈസ് സഈദാണ് ടുണീഷ്യയിലെ ഭരണാധികാരി. മാർച്ച് 20 അവരുടെ നാഷണൽ ഡേ. മാർച്ച് 20 ടുണീഷ്യയുടെ നാഷണൽ ഡേ. 1956 അവർക്ക് ഫ്രഞ്ചിൽ നിന്നും അവര് മുക്തി നേടി അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഓക്കെ, അടുത്ത രാജ്യത്തിലേക്ക് പോയേക്കാം. ഇവിടെയും ദിനാറാണ് കേട്ടോ. അപ്പൊ ദിനാറിൽ എത്ര രാജ്യങ്ങൾ നമ്മൾ കഴിഞ്ഞു? ദിനാറിൽ 8 രാജ്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ദിനാറിലുള്ള എത്ര രാജ്യങ്ങൾ കഴിഞ്ഞു? 4 5 അതാ മേലെ എഴുതിയുണ്ട് 5. ഓക്കെ, 5 രാജ്യങ്ങളാണ്. അല്ല, ആസിമ നമുക്കറിയാത്ത ഫലസ്തീനാണ്. പൊള്ളണ അല്ല, എപ്പോഴും വിഷമം തോന്നുന്ന, അതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ സങ്കടം തോന്നുന്നു. ഈ പെരുന്നാളിന് പോലും നമുക്ക് സങ്കട കാഴ്ചകൾ കാണേണ്ടി വന്ന ഒരു സ്ഥലമാണ് ഫലസ്തീൻ. പ്രാർത്ഥിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അല്ലെ? അപ്പം അവിടുത്തെ ആസിമ എന്നുള്ളത് ഖുദ്സ് ഷർഖിയ. അതുപോലെ തന്നെ അവിടെ 2 ഉംലകളാണുള്ളത്. ഒന്ന് ഇസ്രായേലിന്റെ ഉംലയും ഒന്ന് നമ്മുടെ ഫലസ്തീന്റെ ഉംലയും. ഫലസ്തീന്റെ ഉംലയാണ് നമ്മളെ ദീനാർ. ഓക്കെ, ഇസ്രായേലില് നമ്മൾ നോക്കണമെന്നില്ല. ഷെയ്ഖൽ ഇസ്രായേലി എന്നാണ് അവിടെ കാണുന്നത്. ഓക്കെ, നമുക്കിവിടെ ദീനാർ ഉറുദുവിന്റെ ദീനാറാണ് നമ്മുടെ ഫലസ്തീനിൽ കൂടി കൊടുക്കുന്നതും കൈമാറ്റം ചെയ്യുന്നതും ഒക്കെ. അവിടുത്തെ നിലാം ഷിബുരിയാസിയാണ്. അവിടെ പ്രസിഡൻഷ്യൽ ഒരു സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ് അവിടെ ഉള്ളത്. അതുപോലെ അവിടുത്തെ ഭരണാധികാരി നമുക്ക് അറിയാവുന്നത് തന്നെയാണ് മഹ്മൂദ് അബ്ബാസ് ആണ്. അതുപോലെ അവരുടെ ഡേറ്റും നവംബർ 15. അവരുടെ ഡേറ്റ് നവംബർ 15 യൗമുൽ വത്നി. 1988 1988 നമ്മൾ മറക്കൂലല്ലേ, പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ മറക്കൂല. 1988 അവരുടെ നാഷണൽ ഡേ അല്ലെങ്കിൽ ഇത് കിട്ടിയത്. ഓക്കെ, യെസ് വന്നു. ഓക്കെ, അടുത്ത ദിനാറാണ്. ദിനാറിൽ ഒന്നും കൂടി ഒരു 2-3 രാജ്യങ്ങളും കൂടി നമുക്ക് ദിനാറുണ്ട്. ദിനാർ കഴിഞ്ഞിട്ടല്ലോ വെയില് അല്ലെ? ലിബിയയിലേക്ക് നമ്മൾ പോകണം. ലിബിയന്റെ തലസ്ഥാനം തൊറാബുലസ് ആണ്. ശ്രദ്ധിക്കണം, തൊറാബുലസ് ആണ്. കാരണം തൊറാബുലസ് പലപ്പോഴായി ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട്. PSC ക്വസ്റ്റ്യൻസിലും അതുപോലെ കാറ്ററ്റിലൊക്കെ മാറി വന്ന് നമ്മൾ കാണാറുണ്ട് തൊറാബുലസ്. ലിബിയയുടെ തലസ്ഥാനമാണ് തൊറാബുലസ്. അവിടുത്തെ ഉംല എന്നുള്ളത് ദീനാറു ലിബിയയുടെ ദിനാറാണല്ലോ നമുക്കറിയാം. ഓക്കെ,
അടുത്ത് അവിടുത്തെ ഭരണ വ്യവസ്ഥ എന്നുള്ളത് ഹുക്കൂമത്തുൽ ഇന്തിഖാലിയ. ഇതാണ് ഞാൻ പറഞ്ഞത്. മറ്റ് ചില രാജ്യങ്ങൾക്ക് ഒരു പ്രത്യേക ഭരണവ്യവസ്ഥ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ആ ഭരണവ്യവസ്ഥ അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണവ്യവസ്ഥ, അല്ലെങ്കിൽ റെഡി ആവാത്ത, കറക്റ്റ് ആവാത്ത ഒരു ഭരണവ്യവസ്ഥയായിരിക്കും. ആ ഭരണവ്യവസ്ഥ ഉള്ള ഒരു സ്ഥലമാണ് ലിബിയ. ഓക്കെ, ഹുക്കൂമത്തുൽ ഇന്തിഖാലിയ എന്നാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് നമ്മുടെ വേൾഡ് മാപ്പിലൊക്കെ പ്രത്യേകം കാണാൻ കഴിയുന്നത്. ഓക്കെ, ഹുക്കൂമത്തുൽ ഇന്തിഖാലിയ. ഓക്കെ, അവിടുത്തെ ഭരണാധികാരി എന്നുള്ളത് മുഹമ്മദ് അൽ മുൻഫി എന്നുള്ള ആളാണ്. മുഹമ്മദ് അൽ മുൻഫി, മുഹമ്മദ് അൽ മുൻഫി, ലിബിയ, തൊറാബുലസ്, ലിബിയ, തൊറാബുലസ്, മുഹമ്മദ് അൽ മുൻഫി. മറക്കണ്ട, ഡിസംബർ ആണ്. ഡിസംബർ 24-നാണ് 1981 അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ലിബിയയിൽ നിന്ന് പോവാം. ദിനാറുള്ള അടുത്തൊരു രാജ്യമാണ് കുവൈറ്റ്. ബാങ്ക് കൊടുക്കണ്ട കേട്ടോ, 2 മിനിറ്റ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, കേൾക്കുന്നില്ലേ? തുടങ്ങാം നമ്മള്. ഓക്കെ, അപ്പം കുവൈത്തിലാണ് നമ്മളിപ്പോ എത്തിയത്. കുവൈത്ത് സിറ്റി തന്നെയാണ് അതിന്റെ ആസിമ. അവിടെ ദിനാറാണ്. ദിനാറിൽ കുവൈത്തിയാണ്. ഏറ്റവും മൂല്യം കൂടിയ ദിനാറുള്ളത്, കറൻസി ഉള്ളത് കുവൈത്തിലാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഭരണവ്യവസ്ഥ എന്നുള്ളത് മലിക്കിയ ദുസ്തൂരിയയാണ്. മലിക്കിയ ദുസ്തൂരിയ, അവിടെ ഭരണഘടന ഉണ്ടാകും. അതുപോലെ അവിടുത്തെ ഭരണവ്യവസ്ഥ എന്നുള്ളത് രാജ്യഭരണമാണ്. ഇപ്പോഴത്തെ അവിടുത്തെ രാജാവാരാണ്? അഷേഖ് നവാഫ് അൽ അഹ്മദ് അൽ ജാബിർ അസ്സബാഹ് ആണ്. അഷേഖ് നവാഫ് അൽ അഹ്മദ് അൽ ജാബിർ ആൽ സബാഹ് ആണ് അവിടുത്തെ ഭരണാധികാരി. ഫെബ്രുവരി 25-നാണ് അവരുടെ യൗമുൽ വത്നി, 1961. അപ്പം കുവൈത്ത് സെറ്റല്ലേ? കുവൈത്ത്, അവിടുത്തെ ഭരണാധികാരി നവാഫ് അൽ അഹ്മദ് അൽ ജാബിർ ആൽ സബാഹ് ആണ്. അവിടുത്തെ ക്യാപിറ്റല് കുവൈത്ത് തന്നെ. ഓക്കെ, ദിനാറിന്റെ അവസാനത്തെ സ്ഥലമാണ് കേട്ടോ. നമ്മളടുത്ത കറൻസി ഒക്കെ റെഡി അയച്ചോളി. ദിനാറിന്റെ അടുത്ത ദിനാറിന്റെ ലാസ്റ്റത്തെ നമ്മൾ ഉറുദുവാണ്, ജോർദാൻ. ജോർദാന്റെ തലസ്ഥാനം അമ്മാൻ എന്ന് പറയുന്ന സ്ഥലം. അമ്മാൻ അല്ലെ, നമുക്കറിയാം അമ്മാൻ. ഒമാൻ അല്ല, അമ്മാൻ. അവിടെയും മലിക്കിയ ദുസ്തൂരിയ തന്നെയാണ്. അവിടുത്തെ രാജാവ് അൽ മലിക് അബ്ദുല്ലാഹ് അസാനിയ, അബ്ദുല്ലാഹിബിനു അൽ ഹസൻ അസാനി അല്ലെ. ഓക്കെ, അബ്ദുല്ലാഹ് അസാനിയാണ് അവിടുത്തെ ഭരണാധികാരി. മെയ് 25-നാണ് അവരുടെ യൗമുൽ വത്തനി. 1946-ലാണ് അവർക്ക് ഈ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഓക്കെ, ബ്രിട്ടനിൽ നിന്ന്. ഇനി നമ്മൾ അടുത്ത എങ്ങോട്ടാ പോവാ? ദിനാറ് കഴിഞ്ഞു. 8 നമ്മുടെ ഉംലകളാണ് നമ്മൾ പറഞ്ഞത്. ദിനാറ്, റിയാല്, ദിർഹം, ഫ്രങ്ക്, ജുനൈഹ, ലീറ, ഉഖിയ.
യെസ്, റിയാൽ. റിയാലിലേക്ക് പോയേക്കാം. റിയാൽ. റിയാലിലെ ഒന്നാമത്തെ രാജ്യം യമനാണ്. യമന്റെ തലസ്ഥാനം സനആ ആണ്. അത് നന്നായിട്ട് നോക്കി നോക്കണം കേട്ടോ. സനആ പലപ്പോഴായി PSC ക്വസ്റ്റ്യൻസിലും ടെറ്റിലും സെറ്റിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. നെറ്റിൽ വരെ സനആ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, സനആ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം സനആ എന്നുള്ളത് യമന്റെ തലസ്ഥാനമാണ്. അത് മറന്നുപോയത്, മാറിപ്പോയത്, നന്നായിട്ട് ഉറപ്പിച്ചു വെച്ചോളി. ഓക്കെ, അവിടെയും ഹുക്കൂമ ഇന്തിഖാലിയാണ്. അതുപോലെ അവിടുത്തെ ഇപ്പോഴത്തെ ഭരണാധികാരി റഷാദ് അൽ 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 അലീബിയാണ്. റഷാദ് അൽ അലീബി. റഷാദ് അൽ അലീബിയാണ് യമനിലെ ഇപ്പോഴത്തെ ഭരണാധികാരി. മെയ് 22-നാണ് അവരുടെ യൗമുൽ വത്വനി. നമ്മളിത് കേൾക്കുമ്പോൾ ഇതിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതിന്റെ ആസ്മയും ഉംലയും തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഉംലകൾ പറയുന്നത് 8 രാജ്യങ്ങൾ നമ്മൾ ഉംല പറഞ്ഞു. ആ 8 രാജ്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുമോ? 8 രാജ്യങ്ങൾ. ആ രാജ്യങ്ങൾ കറക്റ്റായിട്ട് ഓർത്തു വെക്കാനാണ് ഇങ്ങനെ ഓരോരോ ഉംലകൾ നമ്മൾ മാറ്റി മാറ്റി വെച്ചത്. അപ്പം ആ 8 രാജ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഒരു 5 രാജ്യങ്ങൾ നമ്മൾ റിയാലിലുള്ളത് പറയും. അത് കഴിഞ്ഞിട്ട് ഒരു 2 രാജ്യങ്ങൾ ദിർഹമിലുള്ളത്, 2 രാജ്യങ്ങൾ ഫ്രങ്കിലുള്ളത്, 2 രാജ്യങ്ങളിൽ ജുനൈഹിലുള്ളത്, ലീറയിലുള്ള 2 രാജ്യം. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം ഈ രാജ്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അതുപോലെ അതിന്റെ ഒക്കെ തലസ്ഥാനമാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ തലസ്ഥാനം നമ്മൾ നോക്കി വെക്കാം. പിന്നെ റയറായിട്ടാണ് മിക്കവാറും അത് അവിടുത്തെ രാജാക്കന്മാരെ, അവിടുത്തെ തലവന്മാരെ ചോദിക്കാം. അപ്പൊ ആ തലവന്മാരുടെ പേര് നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവണം ആദ്യം ഇന്ന സ്ഥലത്ത് ആളാം എന്ന് മനസ്സിലായാൽ അത് കിട്ടും. ഓക്കെ, വല്ലാതെ ബേജാറായി കോളൊന്നും ഉണ്ടാക്കി അങ്ങനെ മെനക്കെടാൻ മാത്രമൊന്നും ഇതില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, 1990-ലാണ് അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഓക്കെ, റിയാലിന്റെ രണ്ടാമത്തെ രാജ്യം നമ്മുടെ സ്വന്തം സൗദിയയാണ്. സൗദിയുടെ തലസ്ഥാനം റിയാദാണ്. അതറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലെ. സൗദിയയാണ്, സൗദിയുടെ റിയാദാണ് തലസ്ഥാനം. റിയാദിന്റെ അവിടുത്തെ അത് അൽ മലിക്കിയ അൽ മുത്തലക്കയാണ്. മലിക്കിയ അൽ മുത്തലക്ക. നമ്മുടെ അവിടുത്തെ ഭരണം രാജഭരണത്തിന്റെ തന്നെ കീഴിലാണ് എല്ലാം നടക്കുക. അല്ലാതെ അതിന് അവിടെ ഒരു പ്രത്യേക ദുസ്തൂറോ അങ്ങനൊന്നും ഇല്ലാതെ കറക്റ്റ് രാജഭരണം, രാജാവ് തന്നെ ഭരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇന്നത്തെ അവിടുത്തെ രാജാവ് എന്നുള്ളത് അൽ മലിക് സൽമാൻ ബിൻ അബ്ദുൽ അസീസ്. സൽമാൻ ബിൻ അബ്ദുൽ അസീസ് ആണ് ഇന്നത്തെ അവിടുത്തെ മലിക്. പക്ഷെ നമ്മൾ പലപ്പോഴും അബ്ദുല്ലാഹിബിൻ സൽമാനെയാണ് അല്ലെങ്കിൽ സൽമാൻ രാജാവിന്റെ മകനെയാണ് അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ട് നമുക്ക് കാണാം. പല പല പരിപാടികൾക്കും അവിടെ ഉണ്ടാവുക അവിടുത്തെ ആ രാജാവിന്റെ മകനായിരിക്കും ഉണ്ടാവുക. എന്നാൽ രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് ആണ് ഇപ്പോഴത്തെ അവിടുത്തെ ഹാക്കിം. ഓക്കെ, അവരുടെ യൗമുൽ വത്നി എന്നുള്ളത് സെപ്റ്റംബർ 23-ആണ്. സെപ്റ്റംബർ 23-ആണ്. നമ്മളിതുവരെ പറഞ്ഞ എല്ലാ രാജ്യങ്ങളിൽ മുമ്പ് ഇവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. 1932 ഇവർക്ക് ഇവരുടെ രാജ്യമായിട്ട് അവര് കൊണ്ടു നടക്കുന്നുണ്ട്. ഓക്കെ, അടുത്തേക്ക് പോവാം. റിയാലുള്ള മൂന്നാമത്തെ രാജ്യം ഖത്തറാണ്. നമ്മുടെ വേൾഡ് കപ്പ് ഒക്കെ നടന്ന സ്ഥലമാണ്. വേൾഡ് കപ്പ് നടന്നുകൊണ്ട് തന്നെ ചിലപ്പം വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചോദ്യം വരാൻ ചാൻസ് ഒക്കെ ഉണ്ട്. എങ്കിലും നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കാം. ഖത്തർ ദോഹയാണ് അവിടുത്തെ ആസിമ. അത് ഖത്തർ വേൾഡ് കപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ തമീം ബിൻ ഹംദ് അൽ താനി എന്നുള്ളത് അങ്ങനെ കേട്ട് ആ മനസ്സിൽ ഉറച്ചുണ്ടാവും. അൽ താനി എന്നുള്ളത്. അൽ താനി എന്നാണ് എങ്കിലും അല്ലെ. ഓക്കെ, അത് ആലു സാനിയാണ്. അവരുടെ കുടുംബത്തിന്റെ പേരാണ് ആലു സാനി. ഓക്കെ, അവിടുത്തെ നിളാമ് അതും മലിക്കിയ മുത്തലക്ക തന്നെയാണ്. ഡിസംബർ 18-നാണ് കേട്ടോ. നല്ല സുഖം ഓർക്കാൻ. അറബിക് ഡേന്റെ അന്നാണ് ഇവരുടെ നാഷണൽ ഡേ. അപ്പം 2 ആഘോഷങ്ങൾ അവർക്ക് ഒരുമിച്ച് വരും. അറബിക് ഡേന്റെ അന്ന് 1971-ലാണ്. 73-ലാണ് നമുക്ക് അറബിക് ഡേ ആയി വരുന്നത്. അപ്പൊ 71-ലാണ് ഇവിടേക്ക് ഖത്തറിന് വരുന്നത്. നേരത്തെ നമ്മൾ 71-ല് മറ്റൊരു രാജ്യം കൂടി പറഞ്ഞോ? അത് ഏതായിരുന്നു രാജ്യം, ഓർക്കുന്നുണ്ടോ? നേരത്തെ നമ്മൾ ഒരു രാജ്യം കൂടി പറഞ്ഞിരുന്നു. യെസ്, ബഹ്റൈനാണ്. എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, നിങ്ങൾ ഇപ്പൊ തന്നെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ പഠിച്ചു പോയാൽ മതി. വേറൊരു സമയം ഇതിന് കൊടുക്കണ്ട. കാരണം അത്രയേ ഉള്ളൂ. മാത്രമല്ല പരീക്ഷക്കാണെങ്കിൽ നിർബന്ധമായി വരാനും സാധ്യതയുള്ള ഒരു ഭാഗവും ആണ്. റിയാലുള്ള 4-മത്തെ രാജ്യം ഒമാനാണ്. ഒമാനാണ് റിയാലുള്ള 4-മത്തെ രാജ്യം.
അപ്പം അവിടുത്തെ ആസിമ എന്നുള്ളത് മസ്കത്താണ്. മസ്കത്ത് നമ്മൾ ശ്രദ്ധിക്കണം. മസ്കത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും, അല്ലെങ്കിൽ ഓപ്ഷനുകളിൽ മസ്കത്ത് വരലുണ്ട്. ഓക്കെ. അപ്പൊ ഒമാന്റെ തലസ്ഥാനം മസ്കത്താണ്. അതുപോലെ തന്നെ മലിക്കിയ മുത്തലക്കയാണ്. അവിടുത്തെ സുൽത്താൻ ഹൈസം ബിൻ താരിഖ്. ഹൈസം ബിൻ താരിഖാണ്. അപ്പം ഹൈസം ബിൻ താരിഖാണ് ഈ ഒമാന്റെ ഭരണാധികാരി. ഓക്കെ. ഇനി അവിടുത്തെ നവംബർ 18 ഇവിടെയും 18 തന്നെയാണ്, പക്ഷെ നവംബർ 18 നവംബർ 18 1970 ഇവരുടെ ഈ യൗമുൽ വത്തനി, യൗമുൽ വത്തനിയും അതുപോലെ അവരുടെ ഇസ്തിക്ലാൽ വരുന്നത് 1970. അതുപോലെ നവംബർ 18. ഓക്കെ. റിയാലുള്ള അഞ്ചാമത്തതും അവസാനത്തതുമായ രാജ്യം. ഇതൊരു അറബി രാജ്യമല്ല കേട്ടോ. ഇറാൻ എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കരുതും അറബി രാജ്യമാണ്, ഭയങ്കര അറ്റാക്ക് ചെയ്യുന്ന ഭയങ്കര വലിയ രാജ്യമാണ്, അങ്ങനെയാണ്. പക്ഷെ ഇത് നമ്മുടെ അറബിക് ദുവലിയയിലോ അല്ലെങ്കിൽ പിന്നെ അറബിക് ഓർഗനൈസേഷൻസിലോ ഒന്നിലും നമുക്ക് കാണാൻ കഴിയാത്ത ഒരു രാജ്യമാണ്. പക്ഷെ നമ്മൾ റിയാൽ ആയതുകൊണ്ട് കൂടെ കൂട്ടി എന്ന് മാത്രം കേട്ടോ. ടെഹ്റാനാണ് അവിടുത്തെ ഉംല, അല്ല അവിടുത്തെ ആസിമ. ഉംല റിയാലാണല്ലോ. ഓക്കെ. അവിടെ ജംഹൂരിയ ഇസ്ലാമിയയാണ്. അതുപോലെ അവിടുത്തെ ഇപ്പോഴത്തെ രാജാവ് എന്നുള്ളത് എന്താണ്, ഇബ്രാഹിം റയീസിയാണ്. ഇബ്രാഹിം റയീസിയാണ്. അവരുടെ യൗമുൽ വത്തൻ എന്നുള്ളത് ഫെബ്രുവരി 11. ഫെബ്രുവരി 11 1979 അവരുടെ വിപ്ലവം വിജയിക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ അടുത്ത ഒരു ഉംലയിലേക്കാട്ട പോണ ദിർഹം, ഇമാറ, UAE. നമ്മള് ഇനി ഇവിടെ 2 സ്ഥലങ്ങൾ, കുറേ സ്ഥലങ്ങൾ പോയി. 8 രാജ്യങ്ങൾ ആദ്യം ദിനാറുള്ളത് പറഞ്ഞു, പിന്നെ 5 രാജ്യങ്ങൾ റിയാൽ ഉള്ളത് പറഞ്ഞു. ഇപ്പൊ നമ്മളിതാ നമ്മുടെ ഏറ്റവും വലിയ ആ ഒരു UAEയിലെ ഏറ്റവും വലിയ രസകരമായ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവാണ്. ഓക്കെ. ദുബായ് ഒക്കെ ഉള്ള അല്ലെ, അബുദാബിയാണ് നമ്മുടെ UAEയുടെ തലസ്ഥാനം. ഓക്കെ. അപ്പം അബുദാബി എന്നാണത്. ഓക്കെ. അബുദാബിയുടെ അവിടുത്തെ നിലാമ് മലിക്കിയയാണ്. പക്ഷെ മലിക്കിയയാണെങ്കിലും ഒരു മലിക്കല്ല അവിടെ പലപ്പോഴും ഭരിക്കുന്നത്. അവിടെ 7 ഇമാറത്താണല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 7 ഇമാറകൾ. ആ 7 ഇമാറകളിൽ ഓരോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ചില ഭരണാധികാരികൾ ഉള്ളത് പോലെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും 2 ഭരണാധികാരികൾ നമുക്ക് അവസാനം നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ ഇമാറത്തിന്റെ ഒന്നായിട്ടുള്ള ഭരണാധികാരി എന്നുള്ളത് മുഹമ്മദ് ബിൻ സായിദ് ആലു നഹിയാൻ. ആലു നഹിയാനാണ് അവിടുത്തെ കുടുംബം. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ സായിദ് ആലു നഹിയാനാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഭരണാധികാരി. ഡിസംബർ 2 അവരുടെ യൗമുൽ വത്തനി. 1971 മൂന്നാമത്തെ ഒരു രാജ്യം കേട്ടോ. 1971 നമ്മളിപ്പോ 3 രാജ്യങ്ങൾ പറഞ്ഞു. 1971. ഓക്കെ. മറന്നില്ലല്ലോ ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു? ബഹ്റൈൻ 1. ഓക്കെ. പിന്നെ ഒമാൻ 2. ഖത്തർ പറഞ്ഞോ? ഓക്കെ. യെസ്. അപ്പൊ ഖത്തറും അതുപോലെ തന്നെ ബഹ്റൈനും, ഇപ്പം ഇവിടെ ഇമാറയും വന്നു, UAEയും വന്നു. ഓക്കെ. ശരി. നമ്മൾ അടുത്ത ദിർഹമുള്ള 2ാമത്തെ രാജ്യം കൂടി. അപ്പൊ 2 രാജ്യങ്ങളാണ് ദിർഹമുള്ളത്. 2ാമത്തെ രാജ്യത്തിലേക്ക് കൂടി പോവാം. അത് അൽ മഗ്രിബാണ്, മൊറോക്കോയാണ്. ഓക്കെ. മൊറോക്കോയുടെ തലസ്ഥാനം റിബാത്താണ്. ഇത് റിബാത്ത് പല ക്വസ്റ്റ്യൻസിലും മാറി മാറി വന്നിട്ടുണ്ട് കേട്ടോ. റിബാത്ത് ഓപ്ഷൻസിലും കണ്ടിട്ടുണ്ട്, അല്ലാതെ ക്വസ്റ്റ്യൻ ആയിട്ടും തന്നെ വന്നിട്ടുണ്ട് റിബാത്ത്. മാത്രമല്ല ചില സംഘടനകളൊക്കെ ഉണ്ടാക്കുന്നത് പലപ്പോഴും മൊറോക്കോയിലാണ്. അപ്പൊ അതുകൊണ്ട് ആ നിലക്കും റിബാത്തിൽ വെച്ചിട്ടായിരിക്കും അത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ആ നിലക്കും അത് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഓക്കെ. അവിടെയും മലിക്കിയ ദുസ്തൂരിയയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഭരണാധികാരി എന്നുള്ളത് മുഹമ്മദ് സാദിസാണ്. മുഹമ്മദ് 6. ഓക്കെ. നവംബർ 18 അവിടുത്തെ യൗമുൽ വത്തനി. 1956 അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഓക്കെ. നമുക്കിനി അടുത്ത ഒരു ഉംലയുള്ള ഭരണസ്ഥലം ഫ്രങ്ക്, ജിബൂത്തി. നമുക്കറിയാം, നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാവും ജിബൂത്തി. ആ ജിബൂത്തിന്റെ തലസ്ഥാനം ജിബൂത്തി തന്നെയാണ്.
ജിബൂത്തിന്റെ തലസ്ഥാനം ജിബൂത്തി തന്നെയാണ്. അവിടെ ജംഹൂരിയ അസിയയാണ്, പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക്കാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ അവിടുത്തെ ഭരണാധികാരി എന്നുള്ളത് ഇസ്മായിൽ ഉമർ ജയില എന്ന് പറയുന്ന ആളാണ്. ഇസ്മായിൽ ഉമർ ജയില. ഓക്കെ, അവിടെ ജൂൺ 27-നാണ് അവരുടെ യൗമുൽ വത്തൻ. ജൂൺ 27-നാണ് അവരുടെ യൗമുൽ വത്തൻ. 1977-ലാണ് അവർക്ക് ഇസ്തിക്ലാൽ കിട്ടുന്നത്. ഫ്രഞ്ചിൽ നിന്നാണ് അവര് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഓക്കെ, ഫ്രങ്കുള്ള മറ്റൊരു സ്ഥലം കോമറോസ് ആണ് അല്ലെ, എന്ന് പറഞ്ഞാൽ ജസറുൽ ഖമർ. ജസറുൽ ഖമറാണ് അടുത്ത ഒരു ഫ്രങ്ക് ഉംലയായിട്ടുള്ള ഒരു സ്ഥലം. അപ്പൊ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ റിയാല് വരുമ്പോ റിയാല് ആ രാജ്യത്തിന്റെ പേരും കൂടെ അതിലേക്ക് കൂട്ടി കൊടുക്കാം. ഇവിടെ ഫ്രങ്കൽ എന്താണ് അൽ ഖമരി എന്ന് മാത്രം പറഞ്ഞാൽ മതി. ജസറുൽ ഖമർ ഒന്നായിട്ട് പറയണ്ട, അൽ ഖമരി എന്ന് മാത്രം, ഫ്രങ്കൽ ഖമരി. അവിടുത്തെ ആസിമ എന്നുള്ളത് അൽ മൂറൂനിയാണ്. മൂറൂനി നമ്മൾ കേട്ടിട്ടുണ്ടാവും, ആസിമ മൂറൂനിയാണ്. ഓക്കെ, ജംഹൂരിയ ഇത്തിഹാദിയാണ് അവിടെയുള്ള റിപ്പബ്ലിക്കാണ്. ഓക്കെ, പിന്നെ അതുപോലെ അവിടുത്തെ ഭരണാധികാരി ഗസാലി ഉസ്മാനാണ് അവിടുത്തെ ഭരണാധികാരി. അവരുടെ നാഷണൽ ഡേ എന്നുള്ളത് ജൂൺ 6. ഓക്കെ, 1975-ലാണ് അവർക്ക് ഇസ്തിക്ലാൽ ലഭിക്കുന്നത്, സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. യെസ്, അടുത്ത രാജ്യത്തേക്ക് പോയേക്കാം. ജുനൈഹുള്ള 2 രാജ്യങ്ങളായിട്ടുള്ളത്. ജുനൈഹുള്ളത് ഒന്ന് സുഡാനാണ്, മറ്റു നമുക്കൊക്കെ അറിയണതാണ്. ഇൻഷാ അല്ലാഹ് നോക്കാം. നേരത്തെ ഹുർത്തും വന്നു അല്ലെ, സുഡാന്റെ തലസ്ഥാനമാണ് ഹുർത്തും. നേരത്തെ ഓപ്ഷനിൽ വന്നിരുന്നു, ചില ആൾക്കാരൊക്കെ അത് ഹുർത്തും കൊടുത്തിരുന്നു. യെസ്, അപ്പോ സുഡാന്റെ തലസ്ഥാനം ഹുർത്തുമാണ്. അതുപോലെ ജുനൈഹ് സുഡാനിയാണ്. അതുപോലെ അവിടുത്തെ സിസ്റ്റം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹുക്കൂമ ഇന്തിഖാലിയയാണ്. അതുപോലെ അവിടുത്തെ ഭരണാധികാരി അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാനാണ് സുഡാനിലെ ഭരണാധികാരി. ഓക്കെ, അപ്പം ജനുവരി 1 ന്യൂ ഇയർ ഡേ, അത് അവരുടെ ഒരു നാഷണൽ ഡേ കൂടിയാണ്. ഓക്കെ, 1956-ലാണ് അവര് സ്വതന്ത്രമാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈജിപ്ത് പോവാം. നമുക്ക് നേരത്തെ മിസ്രൊക്കെ എല്ലാവരും പറയണം അല്ലെ, ജുനൈഹ് നേരത്തെ ചോദിച്ചപ്പോൾ തന്നെ മിസ്ർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പം ജുനൈഹുള്ള 2 സ്ഥലങ്ങൾ, ഒന്ന് സുഡാനും മറ്റൊന്ന് ഈജിപ്തുമാണ്. ഈജിപ്തിന്റെ തലസ്ഥാനം കാഹിറ. നേരത്തെ ചോദ്യത്തിൽ വന്നത് നമ്മൾ കണ്ടതാണ്. പല സംഘടനകളുടെയും പല യൂണിവേഴ്സിറ്റികളുടെയും ഒക്കെ ഒരു തലസ്ഥാന നഗരിയാണ് കാഹിറ. കാഹിറക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഫുസ്താത്ത് പട്ടണത്തിന്റെ അല്ലെ, അത് കാഹിറയുടെ പഴയ പേരാണെന്ന് നമ്മൾ നേരത്തെ കേട്ടു. അങ്ങനെ പല നിലക്കും കാഹിറ ചോദ്യപേപ്പറുകളിൽ നിറ സാന്നിധ്യമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അവിടുത്തെ രാജാവ് ആരാണ്? അബ്ദുൽ ഫത്താഹ് അൽ അസീസിയാണ് അവിടുത്തെ ഭരണാധികാരി. ജംഹൂരിയയാണ് അവിടുത്തെ സിസ്റ്റം. അതുപോലെ തന്നെ യൂലിയോ 23 അല്ലെ, ജൂലൈ 23-നാണ് 1952 വിപ്ലവത്തിലൂടെ അവർക്ക് കിട്ടിയതാണ് നമ്മുടെ റിപ്പബ്ലിക്. നേരത്തെ നമ്മൾ ആ റിപ്പബ്ലിക്കിന് ശേഷമാണ് നേരത്തെ വന്ന നജീബ് അവിടുത്തെ ആദ്യത്തെ ഭരണാധികാരിയായത്. അങ്ങനെ മാറി ഓരോരുത്തരും മാറി ഇപ്പോ അബ്ദുൽ ഫത്താഹ് അൽ അസീസി അവിടുത്തെ ഭരണാധികാരിയായി തുടരുന്നു. ഓക്കെ, അടുത്ത ലീറയാണ്. ലീറയുള്ള ഒന്ന് സിറിയയാണ്. സിറിയ നമുക്കറിയാം, ഇപ്പൊ നന്നായിട്ട് കുറെ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. മാത്രമല്ല നമുക്ക് സിറിയ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. സിറിയ നമുക്ക് ഈ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സിറിയയിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഞാൻ പറയാതെ. അത് ദിമഷ്കാണ് അവിടുത്തെ ആസിമ. അതുപോലെ തന്നെ ജംഹൂരിയ അവിടുത്തെ റിപ്പബ്ലിക്കാണ്. അതുപോലെ അഹമ്മദ് ഷറ, നിങ്ങൾ കേട്ടില്ലേ അഹമ്മദ് ഷറ എന്നൊക്കെ ന്യൂസിലൊക്കെ? അഹമ്മദ് ഷറ ആണ് ഞാൻ പറഞ്ഞ ഈ കറണ്ട് അഫയേഴ്സിന് വരാൻ ചാൻസ് ഉണ്ട്. ഈ കഴിഞ്ഞ ജനുവരിയിലാണ് അദ്ദേഹം മാറിയിട്ടുള്ളത്. നമ്മളിപ്പോ പറഞ്ഞ പല രാജാക്കന്മാരും ഒക്കെ ഒരുപാട് കാലമായിട്ട് രാജാവായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അഹമ്മദ് ഷറ എന്നുള്ളത് ബഷാറുൽ അസദിനെ ആട്ടിവിട്ടതിന് ശേഷം വന്നിട്ടുള്ള ആളാണ്. ബഷാറുൽ അസദിനെ അവിടുത്തെ വിപ്ലവത്തിന് ശേഷം ഇവര് വിജയിക്കുകയും അഹമ്മദ് ഷറ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അൽ ജൂലാനി എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അഹമ്മദ് ഷറ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുക. പക്ഷെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മുഹമ്മദ് അൽ ജൂലാനി. എഴുതി വെക്കാൻ നോട്ടി വെക്കാൻ നന്നാവും. മുഹമ്മദ് അൽ ജൂലാനി എന്ന് പറയുന്നതാണ് അഹമ്മദ് ഷറന്റെ യഥാർത്ഥ പേര്. ഓക്കെ, അങ്ങനെ ആ രൂപത്തിലാണ് പലപ്പോഴും ചോദ്യങ്ങളിൽ വന്നിട്ടും കാണാം, മുഹമ്മദ് അലി അൽ ജൂലാനി. ഓക്കെ,
സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ. ഏപ്രിൽ 17 അവരുടെ യൗമുൽ വത്വനി, അവരുടെ നാഷണൽ ഡേ. 1946 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ തൊട്ട് മുമ്പത്തെ കൊല്ലം ഫ്രഞ്ചിൽ നിന്നും അവർ സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് സിറിയയാണ്, സിറിയ ദമിഷ്ക്. അതുപോലെ അഹമ്മദ് ഷറ എന്ന് പറയുന്ന മുഹമ്മദ് അൽ ജുലാനി. ഓക്കെ, മറക്കണ്ട. ഇനി അടുത്തതും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹവും ഇവിടുത്തെ ഭരണാധികാരിയും ഈ കഴിഞ്ഞ ജനുവരിയിൽ സ്ഥാനമേറ്റിട്ടുള്ള ആളാണ്. അപ്പൊ അതും ആ നിലക്ക് ഇവിടുത്തെ ഭരണാധികാരി നമ്മൾ നോക്കണം. അതായത് ലബനാനാണ്. ലബനാന്റെ തലസ്ഥാനം ബൈറൂത്താണ്. നമുക്കറിയാം ബൈറൂത്ത് നമ്മൾ പലപ്പോഴും PSC പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ബൈറൂത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള സ്ഥലമാണ്. ബൈറൂത്താണ് ലബനാന്റെ തലസ്ഥാനം. അവിടെയും ഈ ഡെമോ ഇത് തന്നെയാണ്, റിപ്പബ്ലിക് തന്നെയാണ്. അവിടുത്തെ റിപ്പബ്ലിക്കും പാർലമെന്ററി സിസ്റ്റമാണ് അവിടെ ഉള്ളത്. അവിടുത്തെ രാജാവ് എന്നുള്ളത് ജോസഫ് ഔൺ. ഓക്കെ, ജോസഫ് ഔൺ എന്നുള്ളത് ഇപ്പം പുതിയതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട അവിടുത്തെ ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കറണ്ട് അഫയറും കൂടിയാണ്. ഓക്കെ, ആ നിലക്ക് അത് നമ്മൾ കാണണം. ഓക്കെ, നവംബർ 22 അവിടുത്തെ നാഷണൽ ഡേ. സ്ക്രീന് കാണുന്നില്ലേ? ഓക്കെ. 1943 ഇവരും ഫ്രഞ്ചിൽ നിന്നാണ് ഇവരുടെ ഭരണം ഇവർ കീഴടക്കുന്നത്, അല്ലെങ്കിൽ അവർ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നത്. യെസ്, ഇനി നമുക്ക് ഉള്ള ഒരൊറ്റ രാജ്യമേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യ പര്യടനം കഴിഞ്ഞ് നമ്മൾ വിമാനം ഇറങ്ങും കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഓക്കിയ എവിടെയാണ്? മൗറിറ്റാനിയയിലാണ്. ഓക്കെ, മൗറിറ്റാനിയ, അൽമൂരിത്താനിയ. അവിടുത്തെ തലസ്ഥാനം നവാക്കിഷൂത്താണ്. നവാക്കിഷൂത്ത് അങ്ങനൊക്കെ ഒന്ന് പറഞ്ഞ് നാളൊക്കെ ഒന്ന് പഠിച്ച് സെറ്റാക്കേണ്ടി ഇരിപ്പ്. നവാക്കിഷൂത്ത് അവിടുത്തെ ആസിമ. ഓക്കെ, അപ്പം അവിടുത്തെ ഭരണാധികാരിയാണ് മുഹമ്മദ് വലദ് അൽ ഖസ്വാനി. ഓക്കെ, അവിടെയും ജംഹൂരിയ ആസിയയാണ്, പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക് ആണ്. അത് നമ്മൾ നോക്കുക. അതുപോലെ തന്നെ അവിടെ നവംബർ 28 അവരുടെ യൗമുൽ വത്വനി. നവംബർ 28 അവിടുത്തെ യൗമുൽ വത്വനി. 1960 അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ കുറെ രാജ്യങ്ങള്, ആ രാജ്യങ്ങളുടെ ഒക്കെ അവിടെ ആ ഒരു ഭരണ ഫാമിലികളുള്ള ചില നമ്മുടെ ഈ രാജാക്കന്മാർ ഭരിക്കുന്ന മലികീയായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെന്ന്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെയാണ്, ഈ രാജ്യങ്ങളിലാണ് മലികീയായിട്ടുള്ള ദോലുകളാണ്. പക്ഷെ അവിടെ ഓരോരോ ഫാമിലികൾ പ്രത്യേകമായി ഭരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇത് മറക്കരുത്. ചിലപ്പോ അടുത്ത് ചില ഏതോ ഒരു ക്വസ്റ്റ്യനിൽ വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഏത് ക്വസ്റ്റ്യനിലാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഏതോ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ നോക്കിയ സമയത്ത് ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, ഷെർലിൻ നമ്മൾ പറഞ്ഞിട്ടില്ല. ഷെർലിൻ സൊമാലിയൻ്റെതാണ് കേട്ടോ, നമ്മളിതിൽ വിട്ടുപോയതാണ്. സൊമാലിയയുടെ ഒരു അവിടുത്തെ ഇതാണ്, അവിടുത്തെ റംലയാണ് ഷെർലിൻ. ഓക്കെ, സൊമാലിയ മഖ്ദൂഷി എന്ന് പറയുന്നതാണ് അവിടുത്തെ തലസ്ഥാനം. അവിടുത്തെ മുഹമ്മദ് ഹസൻ ഷെയ്ഖ് ആണ് അവിടുത്തെ ഭരണാധികാരി. നമ്മളിതിൽ കൊടുത്തിട്ടില്ല, എൻ്റെ ഒരു വിട്ടുപോയതാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഇത് നോക്കാം. ഇതിൽ ഈ സ്ഥലങ്ങൾ സൗദി അറേബ്യൻ്റെതാണ്. ഹാഷിം എന്നുള്ളത് ജോർദാന്റേതാണ്, അൽ ഉർദുനിയ. പിന്നെ അതുപോലെ തന്നെ ഖലീഫ ബഹ്റൈൻ്റെതാണ് ഖലീഫ. അതുപോലെ തന്നെ സബാഹ് കുവൈറ്റിൻ്റെതാണ്, നേരത്തെ നമ്മൾ പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് സബാഹ്. അതുപോലെ സഈദ് അത് ഒമാന്റേതാണ്. ഓക്കെ, അതുപോലെ തന്നെ അൽഥാനി ആലുഥാനി എന്ന് പറയുന്നത് ഖത്തറിൻ്റെതാണ്. ഇനി UAE-യുടെ 2 ഭരണാധികാരികളെ നമുക്ക് കാണാൻ കഴിയും, 2 ഫാമിലിയെ കാണാൻ കഴിയും. അത് അബുദാബി ഭരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നഹിയാനും അതുപോലെ തന്നെ ദുബായിലുള്ള മക്തൂമുമാണ്. ഓക്കെ, അതല്ലാത്തത് അവിടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. എന്തായാലും ഇന്ന് നമ്മൾ പഠിച്ചു വെക്കാം.
ഓക്കെ, ആല് സഊദ് സൗദിയുടേത്, ആല് ഹിഷാം, ആല് ഹാഷിം എന്നുള്ളത് നമ്മുടെ ഉർദുനിയയുടേത്, അതുപോലെ ആല് ഖലീഫ എന്നുള്ളത് ബഹ്റൈൻ്റെത്, ആല് സബാഹ് എന്നുള്ളത് കുവൈത്തിൻ്റെത്, ആല് സഈദ് എന്നുള്ളത് ഒമാന്റേത്, ആൽ ഥാനി എന്നുള്ളത് ഖത്തറിൻ്റെത്, അതുപോലെ ഇമാറാത്തിന്റെ ആല് നഹിയാനും ദുബൈയിലുള്ള ആല് മക്തൂം. ഓക്കെ, യെസ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി. അതിന്റെ മുമ്പ് അതാ മുനവ്വിമാത്തുൽ അറബിയ ഉണ്ട്. അറബിക്കിൽ കുറേ നമ്മുടെ ഓർഗനൈസേഷൻസ് ഉണ്ട്. അത് ഒന്നോ രണ്ടോ പറഞ്ഞു നിർത്തേണ്ടതല്ല, ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ, നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. 8:15 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ഇന്നിങ്ങനെ മെല്ലെ സ്പീഡിൽ പോയി നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുവലാണ്, ഒരു മുനവ്വിമയാണ് ജാമിഅത്തു ദുവലുൽ അറബിയ, അറബ് ലീഗ് അല്ലെ. 22 രാജ്യങ്ങളുള്ള അറബ് ലീഗ്. ഈ അറബ് ലീഗ് നമ്മൾ നന്നായിട്ട് നോക്കിയോ കേട്ടോ. ചിലപ്പോൾ ഈ അറബ് ലീഗ് ഇല്ലാത്ത രാജ്യം ഏതാണ് എന്നൊക്കെ ചോദിക്കാം. ഇത് തന്നെയാണ് നമ്മുടെ അറബ് രാഷ്ട്രങ്ങൾ. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അറബ് രാഷ്ട്രങ്ങളെല്ലാം ഇതിലുണ്ട്. ഓക്കെ, ഇതിന്റെ പൂർണ്ണപേര് നമുക്കറിയാം, ജാമിഅ അദ്ദുവലുൽ അറബിയ. അത് സ്ഥാപിച്ചത് 1945 മാർച്ച് 22-നാണ്. ഓക്കെ, അത് സ്ഥാപിച്ച കാലത്ത് അതിന്റെ പ്രസിഡന്റ് എന്നുള്ളത് അബ്ദുറഹ്മാൻ ഖസാമാണ്. എന്നാൽ ഇപ്പോ ആരാണ്? അഹമ്മദ് അബുൽ ഖൈത്താൻ. അഹമ്മദ് അബുൽ ഖൈത്താണ് അതിന്റെ മഖർ, അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് കാഹിറയിലാണ്. ഒക്കെ നമുക്ക് സ്കൂളിൽ പോവാം. 22 രാജ്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, അൽ ഉർദന്, അതുപോലെ UAE ഉണ്ട്, ബഹ്റൈൻ ഉണ്ട്, ടുണീഷ്യ ഉണ്ട്, ജസായർ ഉണ്ട്, ജിബൂത്തി ഉണ്ട്, അതുപോലെ സൗദിയ, സുഡാൻ, സൊമാലിയ, ഇറാഖ്, നമ്മളിപ്പോ വന്ന എല്ലാ രാജ്യങ്ങളും അല്ലെ. ഒമാൻ, ഫലസ്തീന്, ഖത്തർ, കുവൈത്ത്, ലെബനാന്, ലിബിയ, മിസ്ർ, മഗ്രിബ്, അതുപോലെ മൗറിറ്റാനിയ, അതുപോലെ യമൻ, ജസറുൽ ഖമർ, സിറിയാണ് അവസാനം അതിൽ ജോയിൻ ചെയ്തിട്ടുള്ള രാജ്യം. ഓക്കെ, മറക്കരുത്. അത് ചിലപ്പോൾ ഇതിനൊക്കെ ഇന്ത്യമാരി ഇല്ലാത്ത രാജ്യങ്ങൾ ഏതാന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളെന്താ പറഞ്ഞതല്ലോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തൊരു ഭരണം GCC. ആരും കേൾക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലെ. GCCയിൽ ഈ 6 രാജ്യങ്ങളാണുള്ളത്. നേരത്തെ മുകളിൽ കാണുന്ന 6 പതാകകൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പക്ഷെ അതിന്റെ മുമ്പ് GCCയിലുള്ളത്, GCC അതിന്റെ യഥാർത്ഥ ഫുൾ പേര് എന്നുള്ളത് മജ്ലിസ് തആവുനുൽ ഖലീജി, മജ്ലിസ് തആവുൻ ലിദുവലിൽ ഖലീജിയ അൽ അറബിയ എന്നാണ്. അത് സ്ഥാപിച്ചത് 1981 മെയ് 25-നാണ്. ഓക്കെ, മെയ് 25-നാണ്. ഓക്കെ, അതുപോലെ അത് സ്ഥാപിച്ച കാലഘട്ടത്തിൽ ജാബിർ അൽ അഹമ്മദ് അൽ സബാഹാണ് അവിടുത്തെ അന്നത്തെ ഭരണാധികാരി, അതിന്റെ റئീസ്. ഇപ്പൊ അതിന്റെ റئീസ് അൽ ഹാരി എന്നുള്ളത് ജാസിം മുഹമ്മദ് അൽ ബദിയൂയി എന്ന് പറയുന്ന ആളാണ്. അതിന്റെ മഖർ വരുന്നത് റിയാദാണ്, സൗദിയിലാണ്. ഓക്കെ, അടുത്തൊരു മുനവ്വിമ. ഇത് നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞ ദുവലിയ അറബ് ലീഗിന്റെ അതിന്റെ തന്നെ ഒരു ഉപസംഘടന എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇത് അതിലുള്ള ഒരു നമ്മള് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്നത് പോലെ അറബ് മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. സുന്ദൂഖ് നഖ്ദി അൽ അറബി, AMF. ഓക്കെ, അപ്പം അത് സ്ഥാപിച്ചത് 1976 ഏപ്രിൽ 27-നാണ്. ഓക്കെ, അതിന്റെ ആദ്യത്തെ അതിന്റെ റئീസ് എന്നുള്ളത് അബ്ദുറഹ്മാൻ അൽ അതീഖി ആണ്. അതുപോലെ ഇപ്പൊ ഉള്ളയാള് അബ്ദുറഹ്മാൻ അൽ ഹമീദി ആണ്. സ്പീഡ് ഉണ്ട്, അവസാനം ആയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ അതിന്റെ മഖർ വരുന്നത് അബുദാബിയാണ്. ഓക്കെ, അബുദാബിയാണ്. ഇത് സ്ഥാപിച്ച സമയത്ത് അബുദാബിയിലായിരുന്നില്ല, ഞാനൊക്കെ പറഞ്ഞല്ലോ, മൊറോക്കോ ആ ഭാഗത്തായിരുന്നു. പിന്നെ ഇപ്പോ ഇവിടെ അതിന്റെ സ്ഥാനം വരുന്നത് ഇവിടെ അബുദാബിയിലാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത്. മൊറോക്കോയിലെ റിബാത്തിലായിരുന്നു അത് സ്ഥാപിച്ചിരുന്നത്. ഓക്കെ, അടുത്ത മുനവ്വിമയും അതുപോലെ ചെറിയൊരു മുനവ്വിമയാണ്. ഇത് രണ്ടും ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇതും അതുപോലെ ഈ OAPEC എന്ന് പറയുന്ന OPEC എന്ന് പറയുന്ന ഈ ഒരു സംഘടനയും ഒക്കെ തന്നെ ഈ പണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഒരു സാമ്പത്തികപരമായിട്ടുള്ള സഹകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ളതാണ്. പെട്രോളിൻ്റെതാണ് നേരത്തെ പറഞ്ഞ AMF അല്ലെങ്കിൽ ഈ ഇന്നത്തെ സംഘടനകളെങ്കിൽ ഇത് ആ നിലക്ക് തന്നെ ഉള്ളതാണ്. ഓക്കെ, അപ്പൊ നോക്കാം നമ്മള് അൽ മുനവ്വിമത്തു ദുവലുൽ അറബിയ അൽ മസ്ദർ ഓക്കെ, പെട്രോളിയവുമായി ബന്ധപ്പെട്ട ചില രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ കൂടിയിട്ടാണ് ഈ ഒരു സംഘടന ഉണ്ടാക്കിയത്. 3 രാജ്യങ്ങളാണ് ഇതിന്റെ
ഇതിന്റെ മസ്ജിദ് ഒരാളല്ല, 3 രാജ്യങ്ങളാണ്. സൗദിയും കുവൈത്തും ലിബിയയും കൂടിയാണ് ഇത് ചേർന്നുണ്ടാക്കിയത്. പിന്നെ അതിലേക്ക് മറ്റു ചില രാജ്യങ്ങൾ കൂടി ചേർന്ന് വന്നു. ഇന്ന് അത് 10 രാജ്യങ്ങളാണ്. അൾജീരിയ ഉണ്ട്, ബഹ്റൈൻ ഉണ്ട്, ഈജിപ്ത് ഉണ്ട്, ഇറാഖ് ഉണ്ട്, ടുണീഷ്യ ഉണ്ട്, UAE ഉണ്ട്, അതുപോലെ സൗദി ഉണ്ട്, ഖത്തർ ഉണ്ട്, ലിബിയ ഉണ്ട്, കുവൈത്ത് ഉണ്ട്. കുവൈത്തും ലിബിയയും സൗദിയും അതിൽ ഓൾറെഡി അതിന്റെ ഫസ്റ്റ് ആൾക്കാരാണ്. 1968 ആണ് ജനുവരി 9-നാണ് ഇത് സ്ഥാപിച്ചത്. ഇന്ന് അതിന്റെ റئീസ് എന്ന് പറയുന്നത് അലി സബത്ത് ബിൻ സബ്താൻ. അലി സബത്ത് ബിൻ സബ്താൻ. മദീനത്ത് കുവൈത്ത് തന്നെയാണ് അതിന്റെ മഖർ വരുന്നത്. ഓക്കെ, നമുക്ക് 2-3 സംഘടന കൂടി പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സംഘടനയിൽ കഴിയും ഇൻഷാ അല്ലാഹ്. അൽ-മുനവ്വിമത്തുൽ അറബിയ്യ, അൽ-മുനവ്വിമത്തു തആവുനുൽ ഇസ്ലാമി. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഘടനയാണ് OIC, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ. ഇത് നമ്മൾ കുറച്ച് സംഘടനകൾ മാത്രമല്ല, ഒരുപാട് സംഘടനകളുള്ള ഒരു നല്ല ഒരു അടിപൊളി സംഘടനയാണ്. അപ്പോൾ ഈ സംഘടന ഉണ്ടാവുന്നത് ഒരു ഫസ്റ്റ് അറബ് സമ്മിറ്റ് ചെറുപടി റിബാത്തിൽ വെച്ച്, മൊറോക്കോ, ആ മൊറോക്കോയിൽ വെച്ച് ചേർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഉണ്ടാകുന്നത്. 1969 സെപ്റ്റംബർ 25-നാണ് ഇത് സ്ഥാപിതമാകുന്നത്. അങ്ങനെ അവിടുന്ന് സ്ഥാപിതമായി മുന്നോട്ട് പോയി. ആ സ്ഥാപിതമായതിന് ശേഷം അതിന്റെ മഖർ വരുന്നത് നമ്മുടെ റിബാത്തിലെ ആയിരുന്നു, റിബാത്തിലെ മംലക്കയിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് മാറ്റിയിട്ട് ജിദ്ദയിലേക്കാക്കി, നമ്മുടെ സൗദിയിലുള്ള ജിദ്ദയിലാക്കി അതിന്റെ മഖർ. ഇപ്പൊ അതിന്റെ റئീസ് എന്നുള്ളത് ഇബ്രാഹിം തോഹയാണ്. ഓക്കെ, ഹുസൈൻ ഇബ്രാഹിം തോഹയാണ് ഇപ്പൊ അതിന്റെ റئീസ്. ഓക്കെ, ഇനി മുനവ്വിമത്തുൽ അറബിയ്യ, അടുത്തൊരു മുനവ്വിമ അറബിയ്യ ഏതാണ്? മുസ്ലിം വേൾഡ് ലീഗ്. മുസ്ലിം വേൾഡ് ലീഗ്. ഓക്കെ, മുസ്ലിം വേൾഡ് ലീഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ അത് എപ്പോഴും മറന്നുപോകില്ല, പല ചോദ്യങ്ങളിലും വരാറുള്ളത് കൂടിയാണ്. ഇതിന്റെ ആസിമ, ഇതിന്റെ മഖർ എവിടെയാണെന്നാണ് ചോദിക്കുക. മക്കത്തുൽ മുക്കറമയിലാണ് ഇതിന്റെ മഖർ ഉള്ളത്. ഓക്കെ, ഇത് സ്ഥാപിച്ചത് ഇപ്പത്തെ ഇതിന്റെ ഭരണാധികാരി അല്ലെങ്കിൽ ഇതിന്റെ റئീസ് എന്നുള്ളത് ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം അൽ ഐസി എന്നുള്ള ആളാണ്. ഓക്കെ, ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം അൽ ഐസി. നമ്മുടെ കേരളത്തിലൊക്കെ ഇതിന്റെ പത്രം, ഈ റാബിത്ത എന്ന പേരിൽ ഇതിന്റെ ഒരു മാഗസിൻ കാണാറുണ്ട്. അപ്പം ഈ അബ്ദുൽ കരീം അൽ ഐസിയെ നമുക്ക് അതിലെപ്പോഴും ചില സാന്നിധ്യമായി കാണാൻ കഴിയും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം ഒരു ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇത് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പല ഏത് മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ വരാം. കാരണം ആ നിലക്കാണല്ലോ അറബിക് വേൾഡ് എന്ന് പറഞ്ഞാല് അറബിക്കിന്റെ ഒരു ഏത് മേഖലയിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം മറ്റു കുറച്ച് ചില ചോദ്യങ്ങൾ ഇത് കണ്ടോ നിങ്ങൾ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ, ഇത് ഇങ്ങനെ ഒരു ചെറിയൊരു സമയം നമ്മളത് കളയുന്നതും എന്നാൽ രസകരവും ഒരു ചെറിയ പസില് പോലെയും ഒക്കെ ആയിട്ട് ചോദ്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വരല്ലോ. ഇപ്പൊ ഇത് നമുക്കൊക്കെ ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും അല്ലെ? ഒരാള് ഒരു സുന്തൂക്ക്, ഒരു പെട്ടി എടുത്തു. ആ പെട്ടി ഒരു കള്ളൻ കൊണ്ടുപോയിട്ട് എവിടെയോ കൊണ്ടുപോയിട്ട് അത് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? അപ്പൊ ആ കൊണ്ടുപോയത് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തുക? അപ്പം ഓരോ ഓപ്ഷൻസിലുള്ള നമ്പറുകൾ ഇങ്ങനെ എണ്ണി നോക്കിയാൽ മതി. അതിൽ ഓപ്ഷൻ എ ആണ്. അപ്പം നോക്കുക, ഓപ്ഷൻസിന്റെ എയില് ഒന്നാമത്തത് അലിഫാണ്. അലിഫ് ഏതാ? അലിഫ് തന്നെയാണ്. 1 അലിഫ്. അപ്പം രണ്ടാമത്തത് ഏതാ? 7 നമ്പർ ഏതാ? 7-ാം നമ്പർ ലാമാണ്. അപ്പൊ അൽ എന്ന് കിട്ടിയില്ലേ? ഓക്കെ, ഇനി 9-ാമത്തെ നമ്പറിൽ ഏതാ ഉള്ളത് നോക്കി? നൂൻ. യെസ്. അപ്പം അൽ ന എന്ന് കിട്ടി. അൽ ന എന്ന് കിട്ടിയതിന് ഭാഗ്യം നമുക്ക് കിട്ടും. പിന്നെ 11 ഏതാണ്? ഹ, അൽ നഹ. പിന്നെ അടുത്തത് ഏതാ? 3 അല്ലെ? 3 റ ആണ്. അപ്പൊ അന്നഹർ അല്ലെ? 4. യെസ്, 4 അന്നഹർ. നെഹറിലാണ് അത് കൊണ്ടുപോയിട്ടത് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചില ചോദ്യങ്ങളും നമ്മൾ PSCക്ക് പ്രതീക്ഷിക്കണം. 2017 നടന്ന ചോദ്യമാണ് എങ്കിലും നമ്മൾ ഒരു പക്ഷേ ആ നിലക്ക് അത് മാത്രമല്ല, അതിനുശേഷം വേറെയും പല രൂപത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാനത് എടുത്തില്ല. ആ നിലക്കുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. ഓക്കെ, ഇനി ഇത് നമ്മുടെ അറബിക് മുത്തഹിദ അൽ-ലുഗ അറബിയ എന്നാണ് അത് എന്താക്കിയത്. നമ്മുടെ
في أي سنة قرر الأمم المتحدة اللغة العربية رسميا അറബി ഭാഷയെ ഒരു ഔദ്യോഗിക ഭാഷയായി തെരഞ്ഞെടുത്തു എന്നാണ്. യെസ്, 1973 തെരഞ്ഞെടുത്തത്. ഓക്കെ, അപ്പൊ അറബിക് ഡേയുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും വന്നൊരു ചോദ്യം ആ നിലക്കാണ്. ഓക്കെ, ഇനി ഇത് ഇങ്ങനെയും ചോദ്യം വരാം. അറബിക് ഡേ മാത്രമല്ല, മറ്റു പല ഡേകളും നമ്മുടെ ടെക്സ്റ്റ് പുസ്തകങ്ങളിലും അല്ലാതെയൊക്കെ ഉണ്ട്. അപ്പം ആ ടെക്സ്റ്റ് പുസ്തകത്തിലുള്ള ആയിട്ടാണെങ്കിലും അല്ലാതെ ആയിട്ടാണെങ്കിലും നമുക്ക് അറിയാവുന്ന പ്രധാനപ്പെട്ട ചില ദിവസങ്ങൾ നമ്മൾ നോക്കി വെക്കണം. ഹസീറാൻ മാസം അല്ലെ, ഇങ്ങനെ ഈ മാസം, അതായത് പിന്നെ എന്താണ് പറയാ, ഈ ഒരു മാസത്തിന് പ്രത്യേക പേരുണ്ട്. നമ്മുടെ അറബിക് മാസമല്ല, എന്നാൽ ഹിജ്രി മാസവുമല്ല, എന്നാൽ നമ്മുടെ സുറിയാനി ഭാഷ ഒരു മാസങ്ങൾ എന്ന് പേര് പറയുന്ന മാസം. ഈ മാസങ്ങൾ ഉണ്ടല്ലോ, നമ്മുടെ ആബ്, കാനൂനൽ അവൽ, കാനൂനൽ ഥാനി എന്നൊക്കെ പറയുന്നു, അത് നമ്മൾ എന്തായാലും പഠിക്കണം. കാരണം പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും അത് ഇങ്ങനെ ഈ രൂപത്തിൽ നമുക്ക് ചോദ്യങ്ങൾ വരും. അപ്പം അത് ഏത് മാസമാണെന്ന് നമുക്ക് അറിയും, ഉത്തരം അറിയുന്നതായിരിക്കും, പക്ഷെ അത് ഏതാണെന്ന് അറിയാത്തൊരു പ്രശ്നം വരും. അതുകൊണ്ട് ഇത് നമ്മൾ എന്തായാലും നോക്കണം. അപ്പം ഇത് നമുക്കറിയാം, യൗമുൽ ബിഇയാണ്, യൗമുൽ ബിഇൽ ആലമിയാണ്. ഓക്കെ, ഇനി അടുത്തത് ഇതൊരു കേട്ടത്തിന് വന്ന ചോദ്യം. നമ്മളൊക്കെ പഠിച്ച സ്ഥലങ്ങളാണ്. മനാമ ആസിമത്ത് ബഹ്റൈൻ ആണോ അല്ലേ? കാഹിറ ആസിമത്ത് മിസ്ർ ആണോ അല്ലേ? അതുപോലെ ജിദ്ദ ആസിമത്തുൽ, അതുപോലെ തന്നെ അൽ മംലക അൽ അറബിയ സൗദി, ഏതാണ്? യെസ്, നിങ്ങളൊക്കെ പറഞ്ഞത് ശരിയാണ്, സി ആണ്, ജിദ്ദ അല്ല. പിന്നെ ഏതായിരുന്നു? റിയാദാണ് അല്ലെ? യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, അൽ അഹ്റാം, അഹ്റാം എന്ന് പറഞ്ഞാൽ പിരമിഡുകൾ. യെസ്, അൽ അഹ്റാം മഷ്ഹൂറത്തുൻ തഖഉഫി, അതെവിടെയുള്ള? യെസ്, എല്ലാവർക്കും അറിയുന്നതാണ്, സിമ്പിൾ ആണ്, മിസ്റിലാണ്. ബി ആണ്. ബിന്റെ പെരുമഴ ഇവിടെ ഇങ്ങനെ നമ്മളെ ചാറ്റിൽ വരുന്നുണ്ട്. ശരി, അടുത്ത ചോദ്യം നോക്കാം. അറബി ഭാഷ അല്ലെ, എന്തുകൊണ്ട് അറബി ഭാഷക്ക് ആ പേര് വന്നു? ഇത് നമ്മുടെ അവസാനം നടന്ന PSCയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരിലേക്ക് ചേർത്തിട്ടാണ് വന്നത്? യെസ്, സി ആണ്. എല്ലാവരും സി ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മാഷാഅല്ലാഹ്. യഅ്റബ് ഇബ്നു ഖഹ്താനാണ് അബുൽ അറബ് അല്ലെ, അബുൽ ലുഗത്തുൽ അറബിയ്യ ഒക്കെ നമ്മൾ നോക്കി വെക്കണം. കാരണം അറബി ഭാഷയുമായി ബന്ധപ്പെട്ട GK എന്ന് പറയുമ്പോൾ ഏതും ചോദിക്കാലോ. ഓക്കെ, അടുത്ത് നോക്കാം. ഓക്കെ, മാ ഹുവ അവ്വലു കിതാബിൻ ദുവ്വിന ഫിൽ ലുഗത്തിൽ അറബിയ്യ. ഇങ്ങനെ അവ്വലുകളും നമ്മൾ നോക്കി വെക്കണം. അവ്വലു റിവായ ഏതാണ്? അവ്വലു ഖിസ്സ ഏതാണ്? അവ്വലു കിതാബ്, അവ്വലു കനാത്ത്, പിന്നെ അതുപോലെ തന്നെ അവ്വലു പേപ്പർ, നമ്മുടെ വഖായിഉൽ മിസ്രിയ്യല്ലേ. അങ്ങനെ എല്ലാം ഒക്കെ നമ്മൾ നോക്കി വെക്കണം. ഓക്കെ, സമയം നമ്മൾ അനുവദിക്കൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഖുർആനിൽ കരീം തന്നെയാണ്. അപ്പൊ വഖായിഉൽ മിസ്രിയ്യ നമുക്കറിയാം എന്താണ്? അവ്വലു സഹീഫയാണ്, അത് ഷർഖുൽ ഔസത്തിലാണ് അത് ഉള്ളത്. നമുക്കറിയാം വഖായിഉൽ മിസ്രിയ്യ ഈ അവ്വലു സഹീഫത്തിൻ റസ്മിയ്യത്തിൻ ഫി ഷർഖുൽ ഔസത്ത്, ഷർഖുൽ ഔസത്തിലെ ആദ്യത്തെ ഒഫീഷ്യൽ ആയിട്ടുള്ള പത്രമാണ് വഖായിഉൽ മിസ്രിയ്യ. അത് സ്ഥാപിച്ചത് 1828 ഡിസംബർ 3-നാണ്. അതുപോലെ അത് എന്തിന്റെ ആരുടെ കൽപ്പന പ്രകാരമാണ്? ബി അംരി മുഹമ്മദ് അലി പാഷ. ഇങ്ങനെ തന്നെ കൊടുക്കാൻ കാരണം നമുക്ക് അടുത്ത സ്ലൈഡ് വരുമ്പോൾ കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, കാനത്ത് തുൻഷിറു ബിൽ ലുഗത്തൈനി, 2 ഭാഷയിൽ അത് ഇറക്കിയിരുന്നു. നമ്മൾ നേരത്തെ ഫസ്റ്റ് ചോദ്യം വന്നതാണല്ലേ, ഏത്? അറബിയിലും അതുപോലെ തുർക്കിയിൽ ഉസ്മാനിയയിലെ തുർക്കി ഭാഷയിലുമാണ്. ഈ 2 ഭാഷയിലാണ് അത് ഇറങ്ങിയിരുന്നത്. അതുപോലെ കാനത്തുൽ ഖാഹിറ അൽ മിസ്ർ, അതിന്റെ മഖറുഹ റഈസി, അതിന്റെ തലസ്ഥാന നഗരി, ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുള്ളത് എവിടെയാണ്? ഖാഹിറയിലാണ്. അതുപോലെ തന്നെ അത് ആണ് ഇപ്പോ അറബി, നമ്മുടെ മിസ്റിലെ ഒരു റസ്മി ആയിട്ടുള്ള ജരീദയായിട്ട് എണ്ണപ്പെടുന്നു അതിന്. ഓക്കെ, യെസ്, ചോദ്യം നോക്കി. അവ്വലു സഹീഫത്തിൻ അറബിയ്യത്തിൻ നശറഹ മുഹമ്മദ് അലി പാഷ. നമുക്ക് സിമ്പിൾ ആണല്ലോ, ഇപ്പൊ വായിച്ചിട്ടേ ഉള്ളൂ. വഖായിഉൽ മിസ്രിയ്യ, നമ്മൾ അവസാനം നടന്ന PSCയിൽ വന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പം വഖായിഉൽ മിസ്രിയ്യ പറഞ്ഞ സ്ഥിതിക്ക് അഹ്റാമിന്റെ അധികമൊന്നും വേണ്ട,
സ്ഥാപിച്ച വർഷവും സ്ഥാപിച്ച ആളും മുഖറും മാത്രം നോക്കുക. 1875 ബഷാർ ദക്കില്ലയും സലീം ദക്കില്ലയും സ്ഥാപിച്ചു. കാഹിറയിലാണ്, മിസ്രിലാണ്. ഓക്കെ. അതുപോലെ തന്നെ ഷർഖുൽ ഔസത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന മറ്റൊരു പത്രമാണ്. അത് 1978 കുറച്ചും കൂടി ഇങ്ങോട്ട് അടുത്തേക്കാണ് വന്നത്. അതുപോലെ തന്നെ ഹിഷാം ഹാഫിളാണ് അത് സ്ഥാപിച്ചത്. അതുപോലെ റിയാദിലാണ് അതിന്റെ മക്കറുള്ളത്. ഓക്കെ. ഇനി അടുത്ത 2-3 ചോദ്യങ്ങളും കൂടി കഴിഞ്ഞ് നമുക്ക് നിർത്തട്ടോ. അല്ല, അപ്പം ലിബിയ മിൻ ബിലാദിൽ അറബിയ തഖൗഫിൽ ഖാറതി, കേട്ടറ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഏത് ഭൂഖണ്ഡത്തിലാണ് ലിബിയ ഉള്ളത്? യെസ്, ആഫ്രിക്കയാണ്. ഓക്കെ. അപ്പം അറേബ്യൻ കൺട്രീസ് ഏത് ഭൂഖണ്ഡത്തിലാണ് വരിക എന്നുള്ളതും ഒരു ചോദ്യത്തിന് ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നോട്ട്സ് നോക്കി നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് 12 രാജ്യങ്ങൾ, 22 രാജ്യങ്ങളാണല്ലോ ടോട്ടൽ ഉള്ളത്. അതിൽ 12 രാജ്യങ്ങൾ ഏഷ്യയിലും 10 രാജ്യങ്ങൾ ആഫ്രിക്കയിലുമാണുള്ളത്. ഓക്കെ. 12 രാജ്യങ്ങൾ, 10 രാജ്യങ്ങൾ. കോഡൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പൊതുവെ കോഡ് ഉണ്ടാക്കി പഠിക്കലില്ല ഞാൻ. അതുകൊണ്ട് കോഡ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ. കോഡ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അത് ഏത് രൂപത്തിൽ ഉണ്ടാക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. മംലക അൽ അറബിയ സൗദിയ, യമൻ, ഒമാൻ, ഇമാറ, അതുപോലെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, പിന്നെ അതുപോലെ ഉർദൻ, ഇറാഖ്, സൂറിയ, ലബനാൻ, പലസ്തീൻ. ഓക്കെ. അതാണ് 12 രാജ്യങ്ങൾ ഏഷ്യയിലുള്ള. 10 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ ആഫ്രിക്കയിലുള്ള മിസ്ർ, ലിബിയ, ടുണീഷ്യ, ജസായർ, അതുപോലെ മഗ്രിബ്, മൊറോക്കോ, മൊറിട്ടാനിയ, സുഡാൻ, സൊമാൽ, അതുപോലെ ജിബൂത്തി, ജസറിൽ. ഓക്കെ. അപ്പം 10 രാജ്യങ്ങളും 12 രാജ്യങ്ങളും 22 രാജ്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. അത് ഏതൊക്കെ ഭൂഖണ്ഡത്തിനാണ്? ഒരു ചോദ്യം കൂടി നോക്കാം. നമ്മൾ ഇസ്മുൻ ഖദീമുൻ ലി ഏതാണ്? നമ്മൾ നേരത്തെ ഉസ്താത്ത് പറഞ്ഞു അല്ലെ? അതുപോലെ രണ്ടാമതൊരു ചോദ്യം വന്നു. യത്രിബാണ്. യത്രിബ് നമുക്കൊക്കെ അറിയുന്നതാണ്. മദീനയുടെ പഴയ പേരാണ് യത്രിബ്. ഓക്കെ. എത്യോപ്യയുടെ പഴയ പേരെന്തായിരുന്നു? ഓർമ്മയുണ്ടോ? അബിഷ് അല്ലെ? അബ്സീനിയ. അതും നമ്മുടെ പ്രവാചക ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാണ് അബ്സീനിയ. ഓക്കെ. ഇങ്ങനെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളുടെ ഒക്കെ പഴയ പേരുകൾ നോക്കി വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഓക്കെ. ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് അൽ ഖാഹിറ ആസിമത്തുൽ മിസ്ർ. ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. അത്രയും ആക്റ്റീവാണ്. നമ്മള് PSC പഠിച്ചിങ്ങനെ തുടങ്ങിയപ്പോൾ എല്ലാവരും മുമ്പിലേക്ക് നമ്മൾ എത്തണം എന്ന് വിചാരിച്ച് ഇങ്ങനെ പോയതായിരുന്നു. അപ്പൊ എല്ലാവരും നന്നായിട്ട് മത്സരിക്കുന്നുണ്ട്. ചില ആൾക്കാർ ചിലപ്പം ഒന്ന് മാറി നിൽക്കും, ഒന്നിങ്ങനെ ബാക്കോട്ട് പതുങ്ങും. ആ സമയം നോക്കി നന്നായിട്ട് മുന്നോട്ട് വരുന്ന കുറെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവലുണ്ട് അല്ലെ? യെസ്. നമ്മൾ വിട്ടുകൊടുക്കൂല. നമ്മളേതായാലും PSC കിട്ടിയിട്ടേ പോവും ഇൻഷാ അല്ലാഹ്. അപ്പം ഇങ്ങനെയാണ് ഇപ്പൊ അവസാനം 2024 കഴിഞ്ഞ വർഷം വന്ന ചോദ്യം. ആ ചോദ്യം നോക്കി നിങ്ങള്. സിമ്പിൾ ചോദ്യമാണ്. അറബിക് എന്നാണ് ചോദിച്ചേ. പക്ഷെ ചോദിച്ച പോലെ എങ്ങനെയാണ്? കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ഒക്കെ ആയി. അതൊക്കെ കാണുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ ഒന്ന് പേടിച്ച് അതൊന്നും നമുക്ക് വായിക്കണ്ടെന്ന് കരുതും. പക്ഷെ വായിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായി അല്ലെ? നോക്കി. അപ്പം എന്നാണ് ഈ അറബിക് ഈ യുനെസ്കോ അല്ലെങ്കിൽ UNO എന്നാണ് അറബിക്കിടെ അല്ലെങ്കിൽ ഓരോ ഭാഷകൾക്ക് ഓരോ ദേശം കണ്ടെത്തി അറബിക് ഡേ എന്നാണ് ചോദിച്ചത്. അപ്പം ഒക്കെ വായിച്ചെടുക്കാൻ സമയം നമുക്കിപ്പല്ല. അതായത് പരീക്ഷയ്ക്ക് വായിച്ചിട്ട് ആൻസർ ചെയ്യണം, മറക്കരുത്. അപ്പം ഇത് ചോദിച്ചത് നോക്കി നിങ്ങൾ ഇതുവരെ എന്ന ഓപ്ഷൻസിന്റെ ഒക്കെ ഓപ്ഷൻസ് മാറി. ഇവിടെ ഓപ്ഷൻസ് എന്തായി? കാനൂൻ ലവ്വലായി, കാനൂൻ സ്ഥാനിയായി, തിശ്രീൻ ലവ്വലായി, തിശ്രീൻ സ്ഥാനിയായി. അപ്പൊ പറഞ്ഞല്ലോ ആ ദിവസങ്ങൾ, ആ ഒരു മാസങ്ങൾ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അതാ കാനൂൻ അൽ അവ്വൽ 18. കാനൂൻ അവ്വൽ 18 ഡിസംബർ 18. ഓക്കെ. ആ ദിവസങ്ങൾ അവിടെ ഉണ്ട്. അതും നിങ്ങൾക്ക് സുഖമായിട്ട് ഞാൻ കിട്ടും. അപ്പം ഇപ്പുറത്ത് നമ്മുടെ ഞാൻ പറഞ്ഞതുപോലെ അഷ്ഹറുൽ ഈ സുരിയാനിയ എന്ന് പറയുന്ന ആ മാസങ്ങളുണ്ട്. ഇപ്പുറത്തെ നമ്മളെ സാധാ അറബീകരിച്ച ഇംഗ്ലീഷ് മാസങ്ങളുണ്ട്. ഇപ്പുറത്ത് ഹിജ്രി മാസങ്ങളും. അപ്പൊ അതെല്ലാം ഒന്ന് നന്നായിട്ട് കണ്ടുപിടിച്ച് പോകണം. നമ്മൾ അവസാനത്തിൽ എത്തിയിട്ടുണ്ട്.
നെവർ ഗിവ് അപ്പ് എന്ന് പറയുന്നുണ്ട്. അടുത്ത ഡ്രീംസ്, ഈ അടുത്ത വർഷത്തിൽ നമ്മൾ ഡ്രീംസ് ആകരുത്, ഡ്രീംസ് ഒക്കെ സാക്ഷാത്കരിക്കുന്ന ഇതുപോലത്തേക്ക് നമ്മൾ മാറണം. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥിക്കണം, നന്നായിട്ട് വർക്ക് ചെയ്യണം. കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അരയും തലയും കുത്തി എടുത്ത് നമ്മൾ മുന്നോട്ടിറങ്ങാം. അതൊരു ചോദ്യം കൂടി, അൽ-ലഗത്തുൽ അറബിയ്യ ലഹ ഇസ്മുൻ ഖാസ്, അറബിക്ക് ഒരു പ്രത്യേക പേര്. എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. അതൊക്കെ കിട്ടിയാലല്ലേ PSC നമുക്കാണ് കൊടുക്കൂല. അൽ-ലഗത്തുൽ യെസ്, അൽ-ലഗത്തുൽ. ഓക്കെ, നമ്മൾ നിർത്താം. ഓക്കെ, നിങ്ങളൊക്കെ എത്ര സ്ട്രോങ് ആണ്, മാഷാ അല്ലാഹ്. എല്ലാവരും നമ്മുടെ കാര്യം കിട്ടാൻ വേണ്ടി നമ്മൾ തന്നെ മെനക്കെടണം, നമ്മൾ തന്നെ ഇറങ്ങണം. നമ്മളെല്ലാവരും ഇറങ്ങി ഒരുമിച്ച് നിൽക്കണം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും നേരം നിന്നത്. കുറച്ചധികം നേരം, നമ്മൾ 15 മിനിറ്റ് അധികം എടുത്തിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് അത് കേൾക്കാൻ കഴിയുമെന്ന് കരുതിയിട്ടായിരുന്നു. ഏതായാലും ടീച്ചർ പിടിച്ച് വെച്ച് കൊണ്ടുവന്നതാണ്, ക്ലാസ് എടുത്തു. ഇൻഷാ അല്ലാഹ് നിർത്താണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇത്രയും നേരം കേട്ടതിന് എല്ലാവർക്കും വളരെ നന്ദി. നിങ്ങളെ കേട്ടു, നിങ്ങളൊക്കെ മനസ്സിലാക്കി, എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് ഇനിയും